നമ്മളെ വാർണർ ബ്രോസ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ വാണ്ടഡ് ടു ഡു മെർച്ചൻഡൈസ് വിത്ത് മൈ ഡെസിഗ്നേഷന്റെ രീതിയിൽ. മലയാളം കൾച്ചർ വരുമോ? കൾച്ചറൽ എങ്ങനെ ഇന്ത്യൻ ആവാം. ന്യൂസ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് 40 crore ഇൻവെസ്റ്റ്മെന്റ് ഫോർ മൈ ഡെസിഗ്നേഷൻ എന്നായിട്ട്. സോൾ സ്റ്റോറിന്റെ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് മൈ ഡെസിഗ്നേഷൻ വന്നേക്കുന്നത്. അവരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടോ ശരിക്കും? ഇന്ത്യയിൽ അന്ന് അങ്ങനെ ബേവക്കൂഫും ആണ്. ബേവക്കൂഫാണ് ഇതിന്റെയൊക്കെ തല തൊട്ടപ്പെന്ന് വേണമെങ്കിൽ. അവരാണ് ഫസ്റ്റ് വന്നത്. ഓണത്തിന് നമ്മൾ ലോഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്ന കാലിച്ചാണ് നമ്മുടെ അജോറി സൈഡിനാണ് ടീഷർട്ട് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അങ്ങനെ അത് വരെയും വയറില്ല. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമ്മളും വിചാരിച്ചു ഇത് നമ്മൾ പണ്ട് പറയില്ല, നമ്മൾ എന്തെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ലോകം മൊത്തം കൂടെ നിൽക്കുന്നത്. പെട്ടെന്നുള്ളൊരു മൊമെന്റ് ആയിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഔട്ട്ലെറ്റ്സിൽ അല്ലെങ്കിൽ സർപ്ലസ് സെക്കൻഡറി കടകളിൽ പോകുമ്പോൾ അഡിഡാസ് നൈക്കിയൊക്കെ അടുക്കി വെച്ചേക്കും. ഇപ്പൊ അവിടെ പകുതി കൂടുതൽ നമ്മുടെ പ്രോഡക്ട്സ് അതിനും വേണം നമുക്കൊരു അന്തസ് എന്ന് പറയും. നമ്മളിപ്പോ അങ്ങനെ കാണണം ആക്ച്വലി. അതെവിടെ നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഇറക്കി കൊടുക്കുന്നുണ്ടോ? പോണ്ടിലെ ഷാർക്ക് ആവാം റാദർ ദാൻ ഫുൾ ഓഷ്യനിലെ ഫിഷ് ആയിട്ട് കിടക്കുന്നതിനേക്കാളും നേരെ പാൻ ഇന്ത്യയിൽ പോയിട്ട് വേണമെങ്കിൽ മിത്രയിൽ ആമസോണിലൊക്കെ ഫുൾ ഇന്ത്യ ഫോക്കസ് ചെയ്യാറ്. പക്ഷേ വേണ്ട, നമ്മൾ തിരുവനന്തപുരം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യും. തിരുവനന്തപുരത്തെ ടോപ്പാവും, പിന്നെ സൗത്ത് കേരളയുടെ ടോപ്പാവും, പിന്നെ കേരളയുടെ ടോപ്പാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു. വളരെ ക്ഷമയോടെ തന്നെയാണ് പോയത്. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മാർക്കറ്റ് ക്യാപ്ചറിങ് കിട്ടിയത്. ബാംഗ്ലൂരിലെ ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് 100 feet റോഡ് എന്ന് പറയും, ഇന്ദിരാനഗർ. അവിടെ കടയിട്ട് തെളിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും കടയിടാം എന്നാണ് ബിസിനസ്സിൽ പൊതുവെ ആൾക്കാർ പറയാം. അപ്പോൾ അവിടെ തന്നെ കൊണ്ട് കടയിട്ടു. കാരണം ഭയങ്കര റേറ്റ് ആണ്, ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ അവിടെ എങ്ങനെയും സർവൈവ് ചെയ്യണം. അങ്ങനെ അവിടെയാണ് കടയിട്ടു. യെസ്, അവിടെ ജയിച്ചു. നമുക്കൊരു ഫൗണ്ടേഴ്സിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അവരുടെ ബിസിനസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത് നോക്കുന്നതാണ് ഈ പറയുന്ന മതി എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ബിസിനസ്സിന് വളരാൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത് ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആ ടീമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം. നമ്മൾ ഡൗൺസ് വരുമ്പോൾ ഒരു ഫൗണ്ടർ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ അവര് മനസ്സിലാക്കും? അവര് നമ്മളെ ഒന്ന് ചരിത്രം പഠിക്കും അവര്. പിന്നെ അവര് നമ്മൾ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഇന്നുവരെയുള്ള ഫുൾ അക്കൗണ്ട്സ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് എല്ലാം സ്റ്റഡി ചെയ്യും. ഒരു ഓണക്കാലത്താണ് ഞാൻ ഈ ബ്രാൻഡിനെ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെ. ട്രിവാൻഡ്രം റൂട്ടഡ് ആയിട്ടുള്ള, കേരളം റൂട്ടഡ് ആയിട്ടുള്ള, എന്നാൽ ഇന്ന് നാഷണലിയും ഇന്റർനാഷണലിയും മലയാളികൾ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് സ്റ്റോറിയാണ് ഇന്നത്തെ ബി ടോക്കിൽ. മൈ ഡെസിഗ്നേഷൻ, ഫൗണ്ടേഴ്സ് ഓഫ് മൈ ഡെസിഗ്നേഷൻ ആണ് ഇന്നത്തെ ബി ടോക്കിൽ. വെൽക്കം ടു ബി ടോക്ക്. ഞാൻ സ്വരൂപ്. ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ് ജനിച്ചു വളർന്ന, അവിടെ തന്നെയാണ്, സ്കൂളിലും എല്ലാം അവിടെ ആയിരുന്നു. ഞാൻ പഠിച്ചത് ഡിസൈനിങ് ആണ്. എനിക്ക് ഡിസൈനിങ് ഗെയിമിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പോലും എഴുതിയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ എൻട്രൻസ് ആ കാലത്ത് എഴുതാത്ത ഒറ്റ ഒരു മനുഷ്യൻ ഞാനായിരിക്കും. വീട്ടിൽ ചോദിച്ചിട്ടുമില്ല, ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. നേരെ അത് പഠിച്ചു, ഡിസൈനിങ് പഠിച്ചു. അപ്പോൾ ഡിസൈനിങ് പഠിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ഗോപു സിമിലർലി ഐ തിങ്ക് ഗിവ് യുവർ ഇൻട്രോ, എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഗോപിക ആൻഡ് സ്വരൂപ്, ഫൗണ്ടേഴ്സ് ഓഫ് മൈ ഡെസിഗ്നേഷൻ. വെൽക്കം ടു ബി ടോക്ക്. അപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻസ് എന്താണ്? ഐ എം ദ ചീഫ് ക്രിയേറ്റീവ് ഓഫീസർ ഓഫ് മൈ ഡെസിഗ്നേഷൻ. ഞാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് മൈ ഡെസിഗ്നേഷൻ. റിയൽ ലൈഫിൽ ഞാൻ ഹസ്ബൻഡ് ആൻഡ് ഷീ ഈസ് മൈ വൈഫ്. സൂപ്പർ. ഒരു കപ്പിൾ പാർട്ട്നേഴ്സ് ഒരു സംരംഭം കൊണ്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. വി ഷുഡ് ഹാവ് ക്ലിയർ സ്പേസസ് ആൻഡ് ഐഡിയാസ്, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫിനാൻസും മാർക്കറ്റിംഗ് ഓപ്പറേഷൻ സൈഡാണ്. ആൻഡ് ഗോപു ചെയ്യുന്നത് ഫുള്ളി ക്രിയേറ്റീവ് ഡിസൈൻ ആൻഡ് പ്രോഡക്റ്റ് സൈഡാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി ആവശ്യമില്ല ഡയലോഗ് അടിക്കാൻ പോകില്ല. ഇവിടെ ഗോപു ഇടപെടാൻ വരില്ല. ഫിനാൻസിൽ കയറി അഭിപ്രായം പറയരുത്, ക്രിയേറ്റിവിറ്റി അറിയില്ല അഭിപ്രായം പറയാം. അപ്പം പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേരുടെ ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ക്രിയേറ്റീവ് സൈഡാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ പറയുന്ന മാതിരി നമുക്കൊരു തേർഡ് ഒപ്പീനിയൻ ചോദിക്കുന്ന എപ്പോഴും നല്ലതാണ്. അപ്പം ഐ ആസ്ക് ഹിം ഇങ്ങനെ വേണമെന്നുള്ളത്. ഇപ്പൊ ഫിനാൻസിലാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഭയങ്കര ഇതിലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ജനറൽ ഒപ്പീനിയൻ കിട്ടാൻ വേണ്ടി എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കും. എടുക്കണോ വേണ്ടെന്ന് നമ്മൾ തീരുമാനിക്കും. പിന്നെ ട്രസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പാർട്ട്നേഴ്സിന് വേണ്ടത്. വിശ്വാസം, അതാണ് ട്രസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഗോപു ഒരു പ്രോഡക്റ്റ് ഇറക്കിയാൽ ഗോപു ഇറക്കിയുള്ളൂ, പിന്നെ ചോദിക്കണ്ട, അവിടെ നിൽക്കും, രണ്ടാമതില്ല. അത് തന്നെ. സൂപ്പർ. മൈ ഡെസിഗ്നേഷൻ, ഈ പേരിന്റെ കഥ എന്താ? ടു ബി വെരി ഓണസ്റ്റ്, ഇപ്പം ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എൻ്റെ അമ്മയും അച്ഛനും ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്. എൻ്റെ വീട്ടിൽ സ്വരൂപിന്റെ അതെ ബിസിനസ് ചെയ്ത ഒരാൾക്ക് പോലും ഒരു പരിചയമില്ല. അപ്പം ഈ എന്താ പറയുക, ഇപ്പൊ ഫണ്ടൊക്കെ റേസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന സമയത്തും ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ പെഡിഗ്രി എന്താന്നുള്ളത്. ദ ഓൺലി പെഡിഗ്രി ദാറ്റ് വി നോ ഈസ് പട്ടിക്ക് കൊടുക്കുന്ന ഫുഡ്. ഓക്കെ, ഞാനിപ്പോ അതാലോചിച്ചത്. അപ്പോൾ എന്താ പറയാ, അപ്പൊ പല ആൾക്കാരും നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ബേസിക്കലി മൈ ഡെസിഗ്നേഷൻ കെയിം ഫ്രം ദാറ്റ് വെയർ യുവർ വൈബ്. അതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതായത് ഇന്നിപ്പോ എൻ്റെ ഇമോഷൻ അല്ലെങ്കിൽ എൻ്റെ മൂഡ് എന്താണ്,
ആ വൈബ് എന്താണ്, അതാണ് ഉദ്ദേശിക്കുന്നത് മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. പേരിലൊരു റിവെഞ്ച് ആണ് ശരിക്കും. പക്ഷെ പേരിട്ട സ്വരൂപാണ് ഞാൻ. സ്വരൂപിന് ഇങ്ങനെ ഈ ഐഡിയ ഒന്നും ഉണ്ടായതാണോ മൈ ഡെസിഗ്നേഷൻ ഇടാൻ? മീനിങ് അതാണ് ബേസിക്കലി. അതായത് യു ആർ വാട്ട് യു വെയർ എന്നുള്ളതുകൊണ്ട് വേറെ യുവർ വൈബ്, സോ മൈ ഡെസിഗ്നേഷൻ എന്നുള്ളതാണ്. പിന്നെ കുറച്ച് അഡീഷൻസും കൂടെ ഉണ്ട് അതിൽ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബേസിക് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേര് ചെറിയ പേര് വേണ്ട, വലിയ പേര് വേണമെന്നൊരു വാശിയുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ സിമിലർ പേരുകൾ കേട്ടിട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ. പല ബ്രാൻഡ്സും സ്റ്റാർട്ടപ്സ് എല്ലാം കുഞ്ഞു കുഞ്ഞു പേര് വയ്ക്കുമ്പോൾ ഒരു തവണ കേട്ടാൽ ഇത് തന്നെയാണോ എന്ന് കണ്ടോ, അതോ മറ്റേതാണോ. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഈ ലംബോർഗിനി അല്ലെങ്കിൽ യുണൈറ്റഡ് കളേഴ്സ് ബെനറ്റ് ഇങ്ങനെ വലിയ പേരുകൾ വരുമ്പോൾ സ്റ്റാൻഡ് ഔട്ട് അത് നമുക്ക് വായിച്ചെടുക്കാൻ 2 തവണ എടുക്കും. പക്ഷേ പിന്നെ നമ്മൾ മറക്കില്ല. അപ്പോൾ ആ തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ പേരിൻ്റെ നടുക്ക് ജി വേണമെന്നുണ്ടായിരുന്നു. മൈ ഡെസിഗ്നേഷൻ എന്നുള്ള വായിക്കുമ്പോൾ ജിക്ക് മുമ്പ് 6 ലെറ്ററും ജിക്ക് ശേഷം 6 ലെറ്ററും ഉണ്ട്. ഗോപികയുടെ ജി കറക്റ്റ് ബ്രാൻഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാലക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെ പറയാം. അത് പണ്ട് തുടങ്ങിയപ്പോ ജീവനായിരുന്നു അപ്പുറത്ത്. ഇവളെന്ത് പറയുന്നത് അതിനെ പറ്റി. ഞാൻ ഒരു ഓണക്കാലത്താണ് മൈ ഡെസിഗ്നേഷനെ കാണുന്നത് ആദ്യമായിട്ട്. അങ്ങനെ തന്നെയാണ്, ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് മൈ ഡെസിഗ്നേഷൻ എത്തിയത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ടു ബി വെരി ഓണസ്റ്റ്, ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ, അതായത് ഒരു 2-3 വർഷമായിട്ട് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഡെസിഗ്നേഷൻ ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോഴേ നമുക്ക് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ ഓണത്തിന് ഇപ്രാവശ്യം എന്താണ് ഇറക്കുന്നത് എന്നുള്ളത്. കാരണം ഓണം, നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണല്ലോ. അപ്പം ആൻഡ് ഓൾസോ മൈ ഡെസിഗ്നേഷൻ ഉണ്ടായിരിക്കുന്നത് തന്നെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഓണത്തിനാണ് നമ്മുടെ ഹോൾ പവർ നമ്മൾ ഇറക്കുന്നത് ഓണത്തിനാണ്. സോ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഓണത്തിന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കാണ് നാണക്കേട്. ഈ ഓണത്തിന് എന്താ ഇറക്കാൻ പോണേ പറയില്ല. കോളേജിന്റെ കാര്യമല്ല, കോളേജിൽ പോയല്ല ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം എന്ന് വെച്ചാൽ ആനുവൽ മീറ്റ് ആയിരിക്കും. അതുപോലെ ഓണം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റീസൺ ആണെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് വരും സെലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷേ ഓണത്തിന് നിങ്ങൾ ഇറക്കിയ ഡിസൈൻസ് പറയാം. ആദ്യം നമ്മൾ മലയാളി എന്ന ടീഷർട്ട് ഇറക്കി, അത് നല്ല വൈറലായിരുന്നു അന്ന്. പിന്നെ തെയ്യം കഥകളി, ഹാഫ് കഥകളി വെച്ചുള്ള ഫേസ് ഡിസൈൻ ഇറക്കിയായിരുന്നു, അതും കുറച്ചും കൂടെ വൈറലായിരുന്നു. അന്ന് നമുക്ക് ഓണത്തിന് നമ്മൾ ലോഞ്ച് ചെയ്ത് എന്ത് ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോഴാണ് നമ്മുടെ അജൂറിയ സൈഡിനാണ് ടീഷർട്ട് ഇട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടു. അങ്ങനെ അത് വരെയും വൈറലായി, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമ്മളും വിചാരിച്ചു, ഇത് നമ്മൾ പണ്ട് പറയില്ല, നമ്മളെന്തെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ലോകം മൊത്തം കൂടെ നിൽക്കുന്നത്, പെട്ടെന്നുള്ളൊരു മൊമെന്റ് ആയിരുന്നു. അങ്ങനെ അത് വൈറലായി. പിന്നെ കഥകളി ഷർട്ടും തെയ്യം ഷർട്ടും അതിൻ്റെതായ ഷർട്ട്സ് ഇറക്കി, ടീഷർട്സ് കഥകളിയാണ് ഞാൻ ചിബി പാറ്റേൺസ് ആണ് നമ്മൾ ഇറക്കിയത്. ക്യൂട്ട് ജാപ്പനീസ് ഡ്രോയിങ്സ് ഉണ്ട്. അതിനെ നമ്മൾ കഥകളിയിലെ ഷേപ്പിലും തെയ്യത്തിലോട്ടും ആക്കി. പിന്നെ നമ്മൾ ഇറക്കുന്നത് കേരള മ്യൂറൽ ഷർട്ട് എന്നാണ്. അത് നമ്മുടെ കംപ്ലീറ്റ് കൾച്ചർ ഓഫ് ഓണം അതിൻ്റെ അകത്തോട്ട് നമ്മൾ എംബട്ട് ചെയ്തു. ലാസ്റ്റ് ഇറക്കുന്നതാണ് മ്യൂറൽ ഷർട്ട്. നമ്മുടെ പണ്ടത്തെ മ്യൂറൽ സ്റ്റൈലിംഗിൽ ഫുൾ കേരളയുടെ കൾച്ചറും ട്രഡീഷനും എല്ലാം കൂടെ ഒറ്റ ഷർട്ടിൽ കൊണ്ടുവന്നു. അതിന് മുമ്പത്തെ വർഷം എനിക്ക് തോന്നുന്നു കേരളയുടെ മാപ്പായിരുന്നു. കേരളയുടെ മാപ്പിനെ നമ്മൾ ഒരു ഡിസൈൻ പോലെ ആക്കിയിട്ട് അങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു മാസ്റ്റർ പീസ് കൊണ്ടുവരാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ ഒരു വട്ടം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേര് ഡിസൈൻ ചിലപ്പോൾ കോപ്പി അടിച്ചിടാനില്ല. അപ്പൊ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യാൻ? അതിന് 2 രീതിയിൽ കാണാം. താങ്കൾ പറയൂ. അല്ല, 2-3 തോട്ട് പ്രോസസ് ഉണ്ട് അതിൽ. നമ്മൾ ആദ്യം നമ്മൾ കാണുമ്പോൾ വിഷമമാവുമായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഔട്ട്ലെറ്റ്സിൽ അല്ലെങ്കിൽ സർപ്ലസ് സെക്കൻഡറി കടകളിൽ പോകുമ്പോൾ അഡിഡാസ് നൈക്കിയൊക്കെ അടുക്കി വെച്ചേക്കും. ഇപ്പൊ അവിടെ പകുതി കൂടുതൽ നമ്മുടെ പ്രോഡക്ട്സ്. അതിനും വേണം നമുക്കൊരു അന്തസ് എന്ന് പറയും. നമ്മളിപ്പോൾ അങ്ങനെ കാണണം ആക്ച്വലി. കാരണം നമ്മുടെ പ്രോഡക്ട്സ് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഒരു സെക്കൻഡ്സ് പോലും വയ്ക്കുന്നത്. സോ അതാണ് ഒരു കാര്യം. അതെവിടെ നിങ്ങൾ ഫാക്ടറിയിൽ നിന്ന് ഇറക്കി കൊടുക്കുന്നുണ്ടോ? നോ, അല്ല, ഇത് നമ്മൾ അറിയുന്നത് ബേസിക്കലി നമ്മുടെ കസ്റ്റമേഴ്സ് ഫോട്ടോ അയച്ചു തരും, അതിങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളിത് കൂടുതലും കാണുന്നത്. മുംബൈയിൽ നമ്മുടെ ബാൻഡ്ര റോഡ്സിലും സരോജിനി ഡൽഹിയിലും, പിന്നെ കാണുന്നത് നമ്മുടെ ബ്രോഡ്വേയില്, പിന്നെ മിഠായി തെരുവില്. ഇവിടേക്കാണ് നമ്മൾ പ്രിഡോമിനന്റ്ലി കാണുന്നത് കോപ്പി, എക്സാക്ട് കോപ്പീസ്. അതായത് കഴിഞ്ഞ നമ്മുടെ ഇപ്പൊ പോയാലും നമ്മുടെ പ്രോഡക്ട്സിന്റെ പോളിസ്റ്റർ മെറ്റീരിയലാണ് കാണുക. നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാൻ വ്യത്യാസം. അതുകൊണ്ട് വ്യത്യാസം പറഞ്ഞുതരും. ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ വർഷം വൈറലായ ഷർട്ട് കേരള മ്യൂറൽ ഷർട്ട്. അപ്പോൾ നമ്മൾ പൊതുവെ ഓണത്തിന് ആൾക്കാർ സിൽക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. പക്ഷെ സിൽക്കിന്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ഓടിച്ചാടി വേർക്കുന്ന ഒരു സമയമാണ് ഈ ഓണം. സിൽക്ക് ഒറ്റ തവണ ഇട്ട് കഴിയുമ്പോൾ ഇല്ലാതാവും, കീറും ഇല്ലാതാവും. നമ്മൾ അതുകൊണ്ട് ഇത്തവണ സിൽക്കും മൊഡാൽ സാറ്റിനും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് മൊഡാൽ സാറ്റിനും സിൽക്ക് എന്ന ഫാബ്രിക് കൊണ്ടുവന്നു. സിൽക്ക് പോലെ തന്നെ ഇരിക്കും, അതേ ഫിനിഷ്. പക്ഷെ എന്ത് ചെയ്താലും ഈർപ്പം കുഴപ്പമില്ല, കളർ പോലും ഒന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു ഷർട്ട് വാങ്ങിച്ചിരുന്ന ഒരാൾക്ക് ഇത് വേറൊരു സെക്കൻഡ് മാർക്കറ്റിൽ ഒരു ലോക്കൽ പോളിസ്റ്ററിൽ കാണുമ്പോൾ അപ്പം അതിന് വ്യത്യാസം മനസ്സിലാവും. പക്ഷേ ഇവരെന്തിങ്ങനെ ചീപ്പായിട്ട് ചെയ്തേക്കണം, എന്നിട്ട് അവർ വിഷമത്തിലാണ് നമുക്ക് അയച്ചു തരണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിന്റെ ഡിസൈൻ പ്ലേസ്മെന്റ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ ഒരു കഥകളി ഇരിക്കേണ്ടത് ലെഫ്റ്റ് ചെസ്റ്റിലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ പ്ലേസ്മെന്റ് മാറിയത് നമുക്ക് റിജക്റ്റ് ആണ്.
അപ്പോൾ ഇത് കോപ്പി ചെയ്തെടുക്കുമ്പോൾ കാരണം ഡിസൈൻ ഫയൽ ഇവർക്ക് കിട്ടില്ലല്ലോ, അപ്പോൾ ഇവരത് ഈ പറയുന്ന എയും ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഇതിൽ വരുന്ന സമയത്ത് ആ കഥകളി എന്ന് പറയുന്നത് കാണുമ്പം കഥകളിയാണെങ്കിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോമളിയാവും. അപ്പൊ അങ്ങനെ നമുക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഡാൻസ് കളിക്കുന്നത് ചിലപ്പോൾ ഒരു സാധാരണ നിക്കറിട്ടൊരു മലയാളി പയ്യനായിരിക്കും, അതെ അതെ, അങ്ങനെയാണ് കോപ്പീസ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ റൈറ്റ് നൗ അത് ശീലമായി. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയാം. ബ്രാൻഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ള ഐഡിയ നമുക്കൊന്നില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്, കാരണം നമുക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മളാണെങ്കിലും ഭയങ്കര എക്സ്പ്രസീവ് ഫാഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പൊതുവെ സോളിഡ്സ് ഇടാറില്ല, എനിക്ക് എപ്പോഴും കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സാധനം ഇടാൻ ഭയങ്കര ഇഷ്ടം. ഗോവ ആണെങ്കിലും അത് ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് ഒരിടത്തും വാങ്ങിക്കാൻ കിട്ടില്ല, കാരണം വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ തന്നെ എല്ലാം പ്രീമിയം ബ്രാൻഡ്സ്. ഈ പറഞ്ഞൊരു 5,000 അല്ലെങ്കിൽ മിനിമം 3,000 കോളേജ് പിള്ളേരുടെ നിലയിൽ നമ്മുടെ അത്രയും ബഡ്ജറ്റ്സും ഇല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ വി നീഡ് ടു ബ്രിങ് സംതിങ് ഇതേപോലെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, എക്സ്പ്രസീവ് ആയിരിക്കണം, പക്ഷേ നല്ല ക്വാളിറ്റിയിൽ അഫോർഡബിൾ ആയിരിക്കും. അങ്ങനെ നമ്മൾ എത്തിയതാണ് ടോപ്പിക്കിൽ, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കോളേജ് ഫ്രണ്ട്സ് അല്ല, നമ്മൾ 8ാം ക്ലാസ് മുതലേ സ്കൂൾ ഫ്രണ്ട്സ്. അതെ, സ്കൂളിൽ മുതലേ തുടങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് 8ലും 9ത്തിലൊക്കെ പഠിക്കുന്ന സമയത്ത് എങ്ങനെ സ്വരൂപ് എന്നെ ഫോൺ വിളിക്കാം വീട്ടിൽ തന്നെയായിരുന്നു, അതായിരുന്നു അന്നത്തെ ടെൻഷൻ. പിന്നെ കോളേജിൽ പുള്ളി അടിപൊളി ഗെയിമറാണ്, ഹി യൂസ് ടു പ്ലേ ഡോട്ട. അപ്പൊ ആ സമയത്ത് രാത്രി ഫുൾ, എനിക്ക് തോന്നുന്നു ഇവര് രാത്രിയാണ് ഡോട്ട കളിച്ച് തുടങ്ങുന്നത്, എന്നിട്ട് ഇവര് തീർക്കുന്നത് ഉച്ചയ്ക്കാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വൈകിട്ട് ഒക്കെ ആകുമ്പോഴായിരിക്കും സ്വരൂപ് എന്നെ ഫോൺ വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ. കാരണം പുള്ളി പഠിച്ചത് VITയിലും ഞാൻ മാബേസൈലേഴ്സിലാണ് പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ ആ ഹോളിഡേ സമയങ്ങളിലാണ് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഡിസൈൻസിൻ്റെ കാര്യങ്ങളും സംസാരിക്കാനും ഒക്കെ. പിന്നെ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു ആ സമയത്ത്, 5 മണിക്ക് വീട്ടിൽ കയറണം, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം സ്വരൂപാണ് എൻ്റെ അന്നത്തെ സോഴ്സിംഗ് ഗൈ സ്വരൂപാണ്. അതിൻ്റെ സ്റ്റോറി ഉണ്ട് ആക്ച്വലി. എനിക്ക് ഫാഷൻ സ്പേസ് ഒട്ടും ഐഡിയ ഇല്ലായിരുന്നു, പക്ഷെ ഗോ ഭയങ്കരമായിട്ട് ഇൻറ്റു ഫാഷൻ ആയിരുന്നു. അതായത് എന്ത് പ്രോഡക്ട്സ്, ഓരോ കടകളൊക്കെ എപ്പോഴും പോകും, കാണാൻ പോകും, എന്തൊക്കെ പുതിയത് ഇറങ്ങിയെന്ന് കാണണം, എന്തൂസിയാസമാണ്, ഭയങ്കര ക്യൂരിയോസിറ്റി അതിലൊക്കെ. ഫാഷൻ മാഗസീൻസ് ഒക്കെ എപ്പോഴും ഫോളോ ചെയ്യും. പണ്ട് ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു, ടെക്സ്റ്റ് ബുക്സോ കാര്യങ്ങളൊന്നും ബാഗിൽ കാണില്ല, തുറന്നു നോക്കിയാൽ ഫുൾ ഫാഷൻ മാഗസീനായിരിക്കും. സിവിലാണ് പഠിക്കുന്നതെന്ന് ഷീസ് ഇൻറ്റു ഫാഷൻ ഓൾവേസ്. ഇപ്പോൾ അവിടെ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ, എല്ലാവരും കൂപ്പിൻ്റെ വരും, കാരണം നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം, കസ്റ്റമൈസ് ചെയ്ത് തരും, അങ്ങനെ ചെയ്ത് തരും. അപ്പോൾ ഇവൾ അന്നേ ഇതിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവള് പഠിച്ചിറങ്ങി നേരെ യൂഷ്വൽ നമ്മുടെ എൻട്രൻസ് കാര്യങ്ങൾ, ബാങ്ക് കോച്ചിങ് പറഞ്ഞപ്പോഴേ എല്ലാവരും പോകാൻ നിർബന്ധിച്ചു. ഞാൻ മാക്സിമം നിരുത്സാഹപ്പെടുത്തുന്നു, പക്ഷേ ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ, നീ ക്രിയേറ്റ്, നീ ഫാഷനിലേ ചെയ്യണം, ഞാൻ എന്നും ഡിമോട്ടിവേറ്റ് ആയിരുന്നു. അങ്ങനെ 6 മാസത്തോളം ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്തതിനു ശേഷമാണ് അതെല്ലാം വിട്ടിട്ട് അവൾ പറഞ്ഞ് എന്നാൽ ഫാഷൻ തന്നെ ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇതിലേക്ക് ഗോപുവായിരുന്നു ഇത് ചെയ്തിരുന്നത്. ആക്ച്വലി ഞാൻ ചുമ്മാ സപ്പോർട്ട് ചെയ്യാൻ കൂടെ കയറിയതാ, പിന്നെ ഫുൾ ടൈം ആയത്. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംഭവം ഇറക്കാം, ഫാഷനാണ് നമ്മുടെ പരിപാടി. അപ്പൊ എന്താ നമുക്ക് ഇറക്കണ്ടേന്ന് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് ഫൈനലി തീരുമാനത്തിൽ എത്തുന്നത് എന്തിലായിരുന്നു? ആദ്യം ചെയ്തത് ഈ ബ്രാൻഡ് ആയിരുന്നില്ല, നമ്മൾ ആദ്യം ചെയ്തത് ആക്ച്വലി ഈ പറഞ്ഞ ബ്രൈഡൽ ഡ്രസ്സസും കസ്റ്റമൈസ്ഡ് ഇതൊക്കെയാണ്. അതിലാണ് തുടങ്ങിയത് നമ്മൾ. ഇത് തുടങ്ങി ഒരു കുറച്ച് നാൾ റൺ ചെയ്തു. പക്ഷെ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതുകൊണ്ട് തന്നെ പൈസ തരാനോ ഹെൽപ്പ് ചെയ്യാനോ പറഞ്ഞു തരാനോ ആരുമില്ല. അപ്പോൾ ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഡ്രസ്സ് ഇഫ് യു വോണ്ട് ടു ഡു, നമ്മുടെ അടുത്ത് പറയുന്നു ഇതാണ് റെക്കമെൻഡ്, ഞാൻ ഡിസൈനറാണല്ലോ, ഞാൻ വരച്ച് കാണിക്കും. അപ്പോൾ എഡിച്ചൊക്കെ അതിൽ തന്നെ കാണിച്ച് അപ്രൂവ് ചെയ്ത് ഫൈനലൈസ് ചെയ്യും. ചെറിയൊരു അഡ്വാൻസ് വാങ്ങിക്കും, ആ അഡ്വാൻസ് കൊണ്ട് ആ പ്രോഡക്റ്റ് മാത്രം ഉണ്ടാക്കിയത്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു മുതൽ മുടക്ക് വരുന്നില്ല. പക്ഷെ ഇത് ചെയ്ത് ഇതൊരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ആൾക്കാർ നമ്മളെ ഒരു പരിധി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാരണം ഡിസൈൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, ഓർഡർ തരില്ല. നേരെ തിരിച്ച് സാധനം കിട്ടിയതിന് ശേഷം പേയ്മെന്റ് തരില്ല, എന്തെങ്കിലും റീസൺ പറയും. ഇതിപ്പോൾ നമ്മൾ പോത്തീസിലാണെങ്കിൽ ഇത്രയല്ലോ, നിങ്ങൾക്ക് ഞാൻ ഇതിനെ ഇത്ര തരണം, നമ്മൾ ഇത്രയും മണിക്കൂർ ഇതിനു വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ആൾക്കാർക്ക് അത് റെസ്പെക്ട് ചെയ്യണമെന്നില്ല ചില സമയങ്ങളിൽ. അങ്ങനെ 3-4 തവണ ഉണ്ടായപ്പോഴത്തേക്ക് ഇത് റൺ ചെയ്യാൻ പറ്റുന്നുള്ള സിറ്റുവേഷനിൽ എത്തി, 3-4 അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നമുക്ക് റെഡിമെയ്ഡ്സിലേക്ക് മൂവ് ചെയ്യാം. അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇൻവെന്ററിക്ക് കൺട്രോൾ ഉണ്ട്, സാധനം ഡെലിവറി, പൈസ തന്നാൽ സാധനം ഡെലിവറി ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് റെഡിമെയ്ഡ്സിലേക്ക് മൂവ് ചെയ്തത്. സൂപ്പർ. ഫസ്റ്റ് എന്റെ പ്രോഡക്റ്റ് എന്റെ ഷർട്ടിൽ ഇന്ന സാധനം എഴുതണം, അത് മലയാളി അല്ല, ട്രിവാൻഡ്രത്തിന്റെ ഡിസൈൻ അല്ല, എഴുതിയതല്ല, ട്രിവാൻഡ്രത്തിന്റെ സിലബസ് ആയിരുന്നു. ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ഓർമ്മ വരുമല്ലോ, പത്മനാഭസ്വാമി മ്യൂസിയം, അങ്ങനത്തെ കാര്യങ്ങൾ. സോ അത് നമ്മൾ എടുത്തു, അത് നമ്മൾ നെഞ്ചത്തടിച്ചു വെച്ചു. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അടിപൊളി. ഒരു ഫ്ലീ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയ ഫ്ലീ മാർക്കറ്റ്. ഓളത്തിലാണ് നിങ്ങൾ ഫസ്റ്റ് സോൾഡ് ഔട്ട് ആവണത്. അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ഇതൊക്കെയായിരുന്നു. ഈ ട്രിവാൻഡ്രം ഡിസൈൻ ഉണ്ട്, പിന്നെ ഇപ്പൊ ശരിയായ തരാവുന്ന ഡിസൈൻ ഉണ്ട്, പിന്നെ ഐ ആം ദ സോറലി എന്ന ഡയലോഗ്, അങ്ങനെ കുറച്ച് ഡയലോഗ്സ്. നമ്മളെപ്പോഴും ആ സമയം നമ്മൾ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡയലോഗ്സ് അല്ലേ, അത് തന്നെയാണ് നമ്മൾ ടീഷർട്സിലോട്ട് ഇട്ടത്. അത് അന്ന് വേറെ എവിടെ ഇല്ലായിരുന്നു, അങ്ങനെ സിനിമ ഡയലോഗ് കുറവാണ്, ട്രെൻഡ് വന്നിട്ടില്ല. മലയാളം ഡയലോഗ്സ് ഇല്ല നമുക്ക്. ഈ പറയുന്ന ഹിന്ദി ഡയലോഗ്സോ തമിഴ് ഡയലോഗ്സോ എന്നുണ്ടെങ്കിൽ മലയാളം ഡയലോഗ്സ് അതും ഒരു ക്ലോത്തിൽ ഉണ്ടായിരുന്നില്ല. അത്
ഇറക്കി. അന്ന് സോൾഡ് ഔട്ട് ആയപ്പോഴാണ് ഓക്കെ നമുക്ക് ഇതിൽ സ്കോപ്പ് ഉണ്ട്, ഇതാണ് നമ്മുടെ പരിപാടി നിങ്ങൾ ഉറപ്പിച്ച്. അതിൽ ചെറിയൊരു ക്രെഡിറ്റ് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച സമയത്ത് ഗോവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനന്ത് എന്ന് പറയും. ഓക്കെ, അനന്ത് വന്ന് ഐഡിയ പറഞ്ഞത് ആക്ച്വലി നമുക്ക് ഇതിലൊന്ന് വർക്കൗട്ട് ചെയ്യണം. നമ്മൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ പുള്ളിയാണ് നമുക്ക് ഇങ്ങനെ ഡയലോഗ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരുമിച്ച് കുറേ ഐഡിയാസ് അങ്ങ് ചെയ്തു. അപ്പോൾ എല്ലാ ഐഡിയയും കൂടെ ഇറക്കാനായിട്ട് നമ്മുടെ ബഡ്ജറ്റില്ല. അങ്ങനെ ഒരു 3-4 ഡിസൈൻസ് മാത്രം ചെയ്തിട്ട് ഓളത്തിന് പോകുന്നത്. അപ്പോൾ സോൾഡ് ഔട്ട് ആയപ്പോൾ മനസ്സിലായി ഇത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. സാധനം വിറ്റ് തീർന്നതിന് ശേഷവും ഒരു 10-800 ആൾക്കാർ നമ്മുടെ കയ്യിൽ വന്ന് പേരും നമ്പറും തന്നിട്ട് പോയി. നിങ്ങൾ സ്റ്റോക്ക് ആകുമ്പോൾ വിളിച്ച് അറിയിക്കണം, നമ്മൾ വാങ്ങിക്കാം. അങ്ങനെ അപ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു അത്ര ഇല്ലാത്ത സാധനത്തിന് ഒരു ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് പിന്നെ ഡബിൾ ഡൗൺ ചെയ്ത് അങ്ങ് ഇറങ്ങുന്നതിൽ. അന്ന് എത്ര വിറ്റ്? 3 ടീഷർട്ടേ ഉള്ളായിരുന്നു, അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഉള്ളൂ. ഓളത്തിൽ തീർന്നു. യെസ്, അത് അന്ന് തന്നെ തീർന്നു. അത് കൂടാതെ ഒരു 800 പേരോളം ഡേറ്റാ ബേസും കിട്ടി. അങ്ങനെ മൊത്തത്തിൽ 1000 ഓർഡർ പിടിച്ചു എന്ന് പറയാം, 1100 ഓർഡർ ഒന്ന് കിട്ടി. ഓക്കെ, അന്ന് ടീഷർട്ട്സ് ആയിരുന്നു. ഇന്ന് ഹീറോ പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ എന്ത് പറയും? കാരണം കേരള റൂട്ടഡ് ആയിരുന്നു അന്നത്തെ ഡിസൈനൊക്കെ. ഇന്നിപ്പോൾ ഒരു യൂണിവേഴ്സൽ അപ്പീലിലേക്ക് മാറി. ഇപ്പം സ്വരൂപ് ഇട്ടിരിക്കുന്ന ടീഷർട്ട് തന്നെ നോക്കിയാൽ ഫാൻതം അല്ലേ? ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ത് പ്രോഡക്റ്റാണ്. കുറച്ച് നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും മിണ്ടാതെ ഇറക്കിയ ഒരു പ്രോഡക്റ്റാണ്. ആണോ? എന്ത് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സനെ കാണാൻ. മൈക്കിൾ ജാക്സന്റെ ട്രിബ്യൂട്ടിന് വേണ്ടി ഇറക്കിയ പ്രോഡക്റ്റ്. അപ്പോൾ അത് ഇറക്കിയിട്ടില്ല, ആക്ച്വലി ജസ്റ്റ് ഔട്ട്ലെറ്റ്സിൽ കയറി വെബ്സൈറ്റിൽ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശരി, ഇറങ്ങാൻ പോകുന്ന ടീഷർട്ട് ഇട്ട് വന്നേക്കാണല്ലേ? അടിപൊളി. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ ആക്ച്വലി സിമിലർലി ഇതും നമ്മളിപ്പോൾ ഇറങ്ങിയ ഒരു പ്രോഡക്റ്റ്. ഗുഡ് ഓൾഡ് ഡേയ്സ്. യെസ്, സമ്മർ വെക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം സമ്മർ വെക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് ഒരു ഫുൾ ക്യാമ്പയിൻ ആയിട്ട് ഡിസൈൻ തീം തന്നെ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതായത് പണ്ടത്തെ മാങ്ങ എറിഞ്ഞ് മാങ്ങ പിടിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഹോപ്പ് സ്കോച്ച് കളിക്കുന്നത്, കുന്നി കളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ടയർ വെട്ടി കളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഫുൾ കളക്ഷൻ തന്നെ. അപ്പോൾ അന്ന് നമ്മൾ ആലോചിക്കുന്ന സ്വരൂപാണോ? ടീമുണ്ടോ? ഇത് ഗോപുവിന്റെ സൈഡാണ്. അപ്പം ഒരു യൂണിവേഴ്സൽ അപ്പീലിലേക്ക് മാറിയോ? അതെന്താ മാറിയേ? ഞാൻ പറഞ്ഞ ആദ്യത്തെ ഉത്തരം തന്നെയാണ്. കാരണം നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല. വി വർ ഇനിഷ്യലി ബൂട്ട് സ്ട്രാപ്പ് ഫോർ അറൌണ്ട് 5 to 6 years. അപ്പോൾ നമ്മൾ ജനിച്ചത് ട്രിവാൻഡ്രത്താണ്, കേരളത്തിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആ റിലേറ്റബിലിറ്റി ട്രിവാൻഡ്രം കേരളം ആയിരുന്നു ആദ്യം. അപ്പം നമ്മൾ ആദ്യമേ പാൻ ഇന്ത്യ പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്ന ആദ്യം തിരുവനന്തപുരം പിടിക്കുക, കേരളം പിടിക്കുക, അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പോകുന്നതാണല്ലോ നല്ലത്, റാദർ ദാൻ ഗോയിങ് ആദ്യമേ ഇന്ത്യ. സോ ആദ്യം കേരളം ചെയ്തതുകൊണ്ട് കേരള കൾച്ചറും കാര്യങ്ങളും ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കൾച്ചറല്ല, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്രയും ഡൈവേഴ്സ്ഡ് ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ കൾച്ചർ പിടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷർട്ട്സിലുള്ള ഡിസൈൻസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ കേരള ഡിസൈൻസിനെ കാട്ടിയും കൾച്ചറലായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമുക്കൊരു സാമുറായ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് ജാപ്പനീസ് ഡിസൈൻ ആക്ച്വലി. അതാണ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പം മൂവ് ചെയ്യുന്നത്. ആൻഡ് റീസെൻ്റ്ലി നൊസ്റ്റാൾജിയ കളക്ഷൻ ഇറക്കി. അതിലൊരു ഡിസൈൻ എന്ന് പറയുന്നത് സ്ലിംഗ് ഷോട്ട് എന്നാണ് പറയുന്നത്. അതായത് മാങ്ങ എറിഞ്ഞ് മാങ്ങ താഴെ ഇടുക. അതാണ് ഒരറ്റത്തൊരു കുട്ടി 2 പിള്ളേർ ഇങ്ങനെ അടിക്കുന്നു, ഇപ്പുറത്തൊരു മാങ്ങ മരം. അതാണ് ഇപ്പോഴത്തെ ടോപ്പ്. അതൊരു ട്രാൻസിഷൻ ആയിരുന്നു ആക്ച്വലി. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തതല്ല, പക്ഷേ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആദ്യത്തെ 2 വർഷം കൊണ്ട് ടീഷർട്ട്സും ഡിസൈൻസും കുറേ വൈറലായി. പക്ഷെ നമ്മുടെ ഇവിടെ പോകുന്ന പോലെ തന്നെ എവിടെ തിരിഞ്ഞാലും എല്ലാ മാർക്കറ്റ്സിലും ഇതുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ലെസൺ ആണ്, ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇത് എന്തായാലും സംഭവിക്കും, നമ്മുടെ നിലനിൽപ്പിനെ നമ്മൾ എന്തായാലും ബാധിക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും ഇന്നോവേഷൻ വേണം. ഡിസൈൻ മാത്രം പോരാ, ഡിസൈൻ പ്ലസ് ഇന്നോവേഷൻ ആയിരിക്കണം കോമ്പിനേഷൻ. അങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തിറക്കിയാലും ഇപ്പോൾ ഇത് ഈ പറഞ്ഞ ഒരു കറക്റ്റ് മാങ്ങയുടെ പ്ലേസ്മെൻറ്റും 2 പിള്ളേരും വെക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് മെനക്കേട്. കാരണം ഷർട്ടിൻ്റെ പ്ലാക്കിൽ കറക്റ്റ് പ്ലേസ്മെൻറ്റ് വന്നില്ലെങ്കിൽ വർക്കാവില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പല പ്രോഡക്ട്സും ടോപ്സ് ഇതെല്ലാം എംബ്രോയിഡേർഡ് ആണ്, അല്ലെങ്കിൽ 3D പ്രിൻ്റ് ആണ്. അപ്പോൾ ഇതൊന്നും സാധാരണക്കാർ ചെയ്യാൻ പറ്റില്ല, ടഫാണ്. അതിൻ്റെതായ ഇന്നോവേഷൻ ചെയ്താലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്നോവേഷൻ മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ അത് പതുക്കെ എന്നതിലേക്ക് പോയി. ചെറിയ നമ്മൾ തമാശ നമ്മൾ തുടങ്ങിയ സമയത്ത് ആകെ 4-5 പേരുള്ളപ്പോഴേ നമ്മൾ ഓഫീസിൽ പറയാം നമുക്ക് ഒരു പോണ്ടിലെ ഷാർക്കാവാം റാദർ ദാൻ ഫുൾ ഓഷ്യനിലെ ഫിഷായിട്ട് കിടക്കുന്നതിനേക്കാളും. അന്ന് പറയുമ്പോൾ ചെറിയ ഡയലോഗ്, പക്ഷേ ഇന്നത് പറയുമ്പോൾ നമുക്ക് സ്വയം സത്യം പറഞ്ഞാൽ ഗൂസ്ബംസ്. നമ്മൾ അന്ന് ആ ക്ലാരിറ്റി പിടിച്ചത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ഇവിടെ എത്താൻ പറ്റും. ഓക്കെ, അന്ന് പോണ്ടിലെ ഷാർക്ക് ആവാനാണ് തീരുമാനിച്ചു. കാരണം നമുക്ക് നേരെ പാൻ ഇന്ത്യയിൽ പോയിട്ട് വേണമെങ്കിൽ മിത്രയിൽ അമസോണിലൊക്കെ ഫുൾ ഇന്ത്യ ഫോക്കസ് ചെയ്യാം. പക്ഷേ വേണ്ട, നമ്മൾ തിരുവനന്തപുരം ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. തിരുവനന്തപുരത്തെ ടോപ്പാവും, പിന്നെ സൗത്ത് കേരളയുടെ ടോപ്പാവും, പിന്നെ കേരളയുടെ ടോപ്പാവും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരുന്നു, വളരെ ക്ഷമയോടെ തന്നെയാണ് പോയത്. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു മാർക്കറ്റ് ക്യാപ്ചറിങ് കിട്ടിയത്. സൂപ്പർ. ഇന്നിപ്പം സ്നിച്ച്, സോൾ സ്റ്റോർ, ഇവർക്കൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്. നിങ്ങൾക്ക് 5 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പം ഡിജിറ്റൽ ഫസ്റ്റ് ആയിരുന്നു ആദ്യം തോന്നുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണ് ശരിക്കും? മൈ ഡെസിഗ്നേഷൻ്റെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്? ഡിജിറ്റൽ ഫസ്റ്റ് ആണോ? പ്രൈമറിലി ഡിജിറ്റൽ ഫസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒരു പരിധിവരെ എൻ്റെ അറിവിൽ സ്റ്റാർട്ടപ്സും എല്ലാത്തിൻ്റെ ഒരു സൈഡ് അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി കൺസ്യൂമർ ഫാഷനിലേക്ക് വരുള്ളൂ. നമുക്ക് ഡിജിറ്റലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡിജിറ്റൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു റീച്ച് കഴിയുമ്പോൾ പിന്നെ ആ സ്ഥലം നമ്മൾ ക്യാപ്ചർ ചെയ്യാന്നുള്ള രീതിയിലാണ് ഓഫ്ലൈനിൽ കടയിടുക. ഇപ്പോൾ സ്നിച്ച് ആണെന്നുണ്ടെങ്കിലും
അവർ ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു കളക്ഷൻ കിട്ടിയപ്പോൾ ബാംഗ്ലൂർ തന്നെ 3-4 ഔട്ട്ലെറ്റ്സ് ഇട്ടു. പിന്നെ സ്ലോലി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. കേരളയിലൊക്കെ അവർ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കേരള സ്റ്റാർട്ട് ചെയ്യണം പയ്യപ്പത്. നമ്മളും സിമിലർലി തന്നെയാണ്. നമ്മൾ കേരളയിൽ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് ട്രിവാൻഡ്രം ലുലു ആദ്യം ഔട്ട്ലെറ്റ് ഇട്ടു, കൊച്ചി ലുലുവിൽ അടുത്ത ഔട്ട്ലെറ്റ് ഇട്ടു, കാലിക്കറ്റിലേക്ക് പോയി കാലിക്കറ്റ് ലുലുവിൽ ഔട്ട്ലെറ്റ് ഇട്ടു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും സ്ട്രോങ് ബാംഗ്ലൂർ ആയിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ ഇടുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ചെറിയൊരു കടയിട്ട് ട്രൈ ചെയ്യണോ അതോ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ മാർക്കറ്റ് ട്രൈ ചെയ്യണോ എന്നുള്ളത്. അവിടെ ചെറിയ റിസ്ക് എടുക്കേണ്ടി വന്നു. ബാംഗ്ലൂരിലെ ഏറ്റവും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്ഥലമാണ് 100 ഫീറ്റ് റോഡ് എന്ന് പറയും, ഇന്ദിരാനഗർ. അവിടെ കടയിട്ട് തെളിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും കടയിടാം എന്നാണ് ബിസിനസ്സിൽ പൊതുവെ ആൾക്കാർ പറയാറ്. അപ്പോൾ അവിടെ തന്നെ കൊണ്ട് കടയിട്ടു. കാരണം ഭയങ്കര റേറ്റാണ്, ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ അവിടെ എങ്ങനെയും സർവൈവ് ചെയ്യണം. അങ്ങനെ അവിടെയാണ് കടയിട്ടു. യെസ്, അവിടെ ജയിച്ചു. അവിടെ ജയിച്ചപ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസമായി. ഇത് കേരളത്തിലെ ആദ്യത്തെ D2C ബ്രാൻഡാണ് ഇന്ദിരാനഗറിൽ 100 ഫീറ്റ് റോഡിൽ ഒരു കടയിടുന്നത്. അപ്പം അതൊരു ഫുൾ സ്ട്രക്ചർ നമുക്ക് കേരളത്തിൽ ഒരു ബ്രാൻഡ് പോലും ഇന്നുവരെ ഇല്ല. ഭയങ്കര ടഫാണ് സ്ഥലം കിട്ടാൻ. ഒരു സ്ഥലം വന്നാൽ അടുത്ത ദിവസം അത് പോകും, അത്ര ഡിമാൻഡ് അവിടെ. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാ കട മാനേജ് ചെയ്യും? പിള്ളേരുണ്ട്, ആൾക്കാരുണ്ട്. നമ്മുടെ കൾച്ചർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എല്ലാവരെയും പഠിപ്പിക്കാറുണ്ടെന്നാണ്. നമ്മൾ എന്തിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യുന്നു, നമ്മുടെ പർപ്പസ് എന്താണ്, കസ്റ്റമർ ഫസ്റ്റ് ആണെന്നൊക്കെ ആ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ തന്നെ വർക്കാവും. ഓക്കെ, അപ്പം ബാംഗ്ലൂരും മലയാളികളാണോ നമുക്ക്, അതോ? അല്ല, മിക്സ്ഡ് ആണ് ആക്ച്വലി. കാരണം ബാംഗ്ലൂർ ഇപ്പം നമ്മൾ ഔട്ട്ലെറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കേരള ഡിസൈൻസ് ഭയങ്കര കുറവാണ്. അതൊരു 20% താഴെ വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് വരുന്ന ഡിസൈൻസും അല്ലെങ്കിൽ പ്രോഡക്ട്സ് എല്ലാം പാൻ ഇന്ത്യൻ കൈൻഡ് ഓഫ് ഡിസൈൻസ് ആണ്. അപ്പം അതുകൊണ്ട് ഇറ്റ്സ് മിക്സ്ഡ്. ബേസിക്കലി 20% അല്ലേ 80% എന്ന് പറയാം. ഓക്കെ, ഇനിയിപ്പം ലേറ്റസ്റ്റ് ന്യൂസ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 40 crore ഇൻവെസ്റ്റ്മെന്റ് ഫോർ മൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് സോൾ സ്റ്റോറിന്റെ ഇൻവെസ്റ്റേഴ്സ് തന്നെയാണ് മൈ ഡെസിഗ്നേഷൻ വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടോ ശരിക്കും സോൾ സ്റ്റോറിൽ നിന്നൊക്കെ? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ സോൾ സ്റ്റോർ ഉണ്ട്. അപ്പോൾ സോൾ സ്റ്റോറിന്റെ പല ഡിസൈൻസും കണ്ടിട്ട് ഞാനും സ്വരൂപം കാരണം അന്ന് ഈ മെർച്ചൻഡൈസ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതവർ കൊണ്ടുവന്നു. അപ്പോൾ അത് വളരെയധികം നമുക്കൊരു പ്രൗഡായിട്ട്, കാരണം ഇന്ത്യയിൽ അന്ന് അങ്ങനെ ബേവക്കൂഫും ആണ്. ബേവക്കൂഫാണ് ഇതിന്റെയൊക്കെ തല തൊട്ടപ്പൻ എന്ന് വേണമെങ്കിൽ. അവരാണ് തല തൊട്ടപ്പൻ ബേസിക്കലി ഈ ഒരു ഇതിന്റെ. അപ്പം നമ്മൾ വളരെയധികം ഇൻസ്പയർഡ് ആണ്. ഇപ്പൊ ഇന്നൊരു മെർച്ചൻഡൈസ് വേണമെങ്കിൽ അവരാണ് ഉള്ളത്. പക്ഷെ മെർച്ചൻഡൈസ് ഇല്ലാന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഗ്യാപ്പ് അതായിരുന്നു. കാരണം നമ്മൾ ഇൻസ്പയർ ആവും, യെസ്, പക്ഷെ ഇൻസ്പയർ ആയതിന്റെ കൂടെ നമ്മൾ നമ്മുടെ ഒരു ആസ്പിറേഷൻ കണ്ടുപിടിച്ചു. കാരണം സോൾ സ്റ്റോറിന് മാർവൽ DC കാർട്ടൂൺ നെറ്റ്വർക്ക് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമ്മൾ അവിടെ പോകും. പക്ഷെ അല്ലാതെ ട്രഡീഷണലി അല്ലെങ്കിൽ കൾച്ചറലി ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഇപ്പോൾ എവിടെ പോകണം? ദർ ഇസ് നോ ഡെസ്റ്റിനേഷൻ. അങ്ങനെയാണ് വൈറ്റ് സ്പേസ് അന്വേഷിച്ച് നമ്മൾ അത് കൂടുതൽ മൈ ഡെസിഗ്നേഷൻ. അപ്പം നമ്മൾ കണ്ടിരുന്ന നമ്മളെ ഇൻസ്പയർ ചെയ്തിരുന്ന അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആള് നമുക്കിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് സംഭവം തന്നെയാണ്. അതൊരു ജേണി തന്നെയാണ്. അപ്പം ഈ ലേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നതിനെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇതെങ്ങനെയാണ്, എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, എങ്ങനെയാണ്? ഇവരുടെ പേര് RPSG ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ് ടീമിന്റെ അതിന്റെ ഓണേഴ്സ് ആണ്. അപ്പോൾ ഇവർ ആക്ച്വലി ഈ RPSG സോൾ സ്റ്റോറിന്റെ സീഡ് റൗണ്ട് ചെയ്ത ടീമാണ്. അതായത് സോൾ സ്റ്റോർ നല്ലൊരു ഐഡിയ ഇന്ത്യയിൽ പാൻ ഇന്ത്യ ആവുന്ന സമയത്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത ബ്രാൻഡാണ്. അപ്പോൾ ആ സെയിം ടീം തന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ Series Aയിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പൊതുവെ നമ്മൾ സീഡ് റൗണ്ട് ചെയ്യാതെ അത് കഴിഞ്ഞ് Series A Series B അങ്ങനെ പോകാറ്. അപ്പോൾ നമ്മുടെ Series Aയിലാണ് അവർ വന്നേക്കുന്നത്. നമ്മൾ ആദ്യം ഒരു റൗണ്ട് ചെയ്തു, ഇതിന് തൊട്ട് മുമ്പ് റൗണ്ട് ചെയ്തു, സീഡ് റൗണ്ട് ആയിരുന്നു. അത് നമുക്ക് നമ്മുടെ മിന്ത്രയുടെ co-founder പിന്നെ കുറച്ച് അങ്ങനത്തെ നല്ല ടീംസ് ഉണ്ട്. ക്യാരറ്റ് ലൈൻ എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ co-founder, പിന്നെ നമ്മുടെ സത്വ എന്ന് പറഞ്ഞ ബിൽഡേഴ്സ്, നമ്മുടെ ബാംഗ്ലൂർ വലിയ റിയൽ എസ്റ്റേറ്റ് ടീമാണ്. ഇവരൊക്കെയാണ് നമുക്ക് അന്ന് റൗണ്ട് ചെയ്തത്. 10 കോടി രൂപയുടെ റൗണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അന്ന് നമ്മൾ ചെയ്തിരുന്ന ഒരു ഏകദേശ വരുമാനത്തിൻ്റെ ഓൾമോസ്റ്റ് ഒരു 3 ഇരട്ടി 4 ഇരട്ടി നമുക്ക് ഒരു വർഷം കൊണ്ട് വളരാൻ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവർക്കും ധൈര്യമായി. കാരണം ഓൾറെഡി മാർക്കറ്റിൽ പ്രസൻസ് ഉണ്ട്. ഒരു ഫണ്ട് 10 കോടി കിട്ടിയപ്പോൾ ഇത്രയും ഗ്രോ ചെയ്യിപ്പിച്ചു. അങ്ങനെയാണ് അവർ വരുന്നു, സംസാരിക്കും, നമ്മളൊരു 40 കോടി റൗണ്ടിലോട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ പിച്ച് ചെയ്യുന്നതാണോ? എങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പിച്ച് ചെയ്യാം പറഞ്ഞു കൊടുക്കും? ഫാഷൻ ഇപ്പം നമ്മള് അത് ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഈ ഒരു ഗ്രോത്ത് കാണിക്കാനും അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി, അതാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സും നോക്കുന്നത്. നമുക്കൊരു ഫൗണ്ടേഴ്സിന് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് അവരുടെ ബിസിനസ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് അറിയാം എന്നുള്ളതാണ് അവർ ആദ്യം നോക്കുക. പിന്നെ രണ്ടാമത് നോക്കുന്നതാണ് ഈ പറയുന്ന മതി എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ബിസിനസ്സിന് വളരാൻ എന്നുള്ളത്. പിന്നെ മൂന്നാമത് ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ആ ടീമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം. തോൽവികൾ ഏറ്റെടുക്കാൻ എത്രത്തോളം നമുക്ക് കുറച്ചധികം കൂടുതലായിരുന്നു. മെഷർ ചെയ്യും. കാരണം നമ്മൾ ഡൗൺസ് വരുമ്പോൾ ഒരു ഫൗണ്ടർ എങ്ങനെ നിൽക്കും എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെ അവർ മനസ്സിലാക്കും? അവര് നമ്മളെ ഒന്ന് ചരിത്രം പഠിക്കും അവര്. പിന്നെ നമ്മൾ തുടങ്ങേണ്ട അന്ന് മുതൽ ഇന്നുവരെയുള്ള ഫുൾ അക്കൗണ്ട്സ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് എല്ലാം സ്റ്റഡി ചെയ്യും. ഡ്യൂ ഡിലിജൻസ് വിളിക്കും അതിന്. അപ്പോൾ ആ ഡ്യൂ ഡിലിജൻസിൽ അവരെല്ലാം തപ്പിയെടുക്കും. നമുക്ക് പോലും അറിഞ്ഞൂടാത്ത പല ഡേറ്റ അവർ പിന്നെ നമ്മൾ തുടങ്ങി ഇങ്ങനെ പണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ
അപ്പൊ ഈ പറഞ്ഞ ഡൗൺ ടൈം എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് കയറി വന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും. ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 4-5 വർഷത്തോളം നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന് ചേർന്നല്ല, നമ്മുടെ തന്നെ പൈസ ഇട്ട് നമ്മൾ തന്നെ അതിൽ നിന്ന് ഫണ്ടിലേക്ക് പോകും. തുടങ്ങിയ സമയത്ത് ഒരു ഫ്യൂ ലാക്സ് നമുക്ക് വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെയും ഗോവിന്റെ പാരൻസും എൻ്റെ പാരൻസും തന്നിട്ട് ഹെൽപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. കുറച്ച് നീണ്ട കഥ, കുഴപ്പമില്ലല്ലോ. ഇല്ല, ചുരുക്കി പറയാം. നമ്മൾ ഈ ബ്രൈഡൽ എല്ലാം കൂടെ ചെയ്ത് നമ്മളൊരു 3 ലക്ഷം രൂപ സേവ് ചെയ്തായിരുന്നു. 2.5-3 ലക്ഷം ഒരു വർഷത്തോളം ചെയ്തു. പൈസ കൂട്ടി വെച്ചിട്ട് നമ്മൾ തിരുപ്പൂർ പോയി. റെഡിമെയ്ഡ്സ്, അന്ന് നേരത്തെ പറഞ്ഞു റെഡിമെയ്ഡ്സ് ചെയ്യാനുള്ള ആഗ്രഹം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു, പ്രോഡക്ട്സും പഠിച്ചു. പക്ഷേ ബിസിനസ് നമുക്കറിയില്ല. അപ്പോഴും ബിസിനസ് നമുക്കറിയില്ല. അവിടെ ചെല്ലുന്നു, കുറച്ച് വെൻഡേഴ്സിനെ കാണുന്നു, ഒരാളെ കണ്ട് നല്ല ആളാണെന്ന് തോന്നി. അയാൾ വളരെ വെൽക്കമിങ് ആണ്. നമ്മളെ വന്ന് റെയിൽവേ സ്റ്റേഷൻ പിക്ക് ചെയ്യുന്നു, ഹോട്ടലിൽ കൊണ്ടുവിടുന്നു, ഫുഡ് വാങ്ങിച്ചിരുന്നു. നല്ലൊരു മനുഷ്യൻ. പൈസ അടിച്ചോണ്ട് അത് വഴിയെ പോയി. നമ്മൾ ഓർഡർ കൊടുത്ത് ഒരാഴ്ച ഇന്നത് ആലോചിക്കുമ്പോഴേ ഇന്നായിരുന്നുണ്ടെ ഞാൻ ചോദിച്ചിട്ട് നിനക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലടാ. അല്ല, നമ്മളടുത്ത് തന്നെ നമ്മളയാളെ കണ്ടു നല്ലതാന്ന് പറയുന്നു, നമ്മൾ പൈസ കൊടുക്കുന്നു. അപ്പൊ അയാൾ അതുകൊണ്ട് പോയി. പക്ഷെ എല്ലാത്തിനും ഒരു കാരണമുണ്ട്. നമ്മൾ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഗുഡ് തിങ്സ് കം ടു ഗുഡ് പീപ്പിൾ. നമ്മൾ എപ്പോഴും പറയും. ഡൗൺ ആകുമ്പോൾ നമ്മൾ എപ്പോഴും തമ്മിൽ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. തിരുപ്പൂര് ചെന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. മാർക്കറ്റിംഗ് അല്ല, അവിടെ എന്താ നമുക്ക് പറ്റിയെന്നറിയോ? ഈ പുള്ളിയുടെ പേര് ജോർജ് എന്നാ. അയാൾ കേൾക്കണോ ഇത്? അല്ല, ജോർജിന് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് ബേസിക്കലി ജോർജ് നമ്മളെയും കൊണ്ട്, ആക്ച്വലി നമ്മളെന്ന് വെച്ചാൽ എന്റെ വീട്ടുകാരുണ്ട് കൂടെ, അന്ന് എല്ലാരും ഉണ്ട്. ഭാഗ്യം ഇവരെല്ലാരും കൂടെ നമ്മള് തിരുപ്പൂരിലൊരു മില്ലിൽ പോയി. അപ്പൊ ഇത് ജോർജിന്റെ മില്ലാന്നാണ് ഇയാള് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ആ മില്ലിൽ കയറുന്നു, ഒരു ഓണർ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെയാണ് അയാള് അവിടെ കാണിക്കുന്നതും എല്ലാം. അവിടെ ആരും നോക്കുന്നു, തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് നമ്മൾ അറിയുന്നത് പിന്നെയാ. അപ്പൊ ഇപ്പോഴും തിരുപ്പൂരിൽ അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം അവിടെ ഇത്രമാത്രം മില്ലുകൾ ഉള്ളത് കൊണ്ടും അത്രമാത്രം ആൾക്കാർ ഡെയിലി വരുന്നത് കൊണ്ടും അവിടുത്തെ വർക്കേഴ്സിന് അറിയില്ല. പിന്നെ ഒരു മില്ലിൽ ഇന്ന് കാണുന്ന വർക്കർ ആയിരിക്കില്ല നാളെ അടുത്ത മില്ലിൽ ഉണ്ടാവുക. സോ നമ്മള് തിരുപ്പൂരിൽ പോകുമ്പോ വളരെയധികം ശ്രദ്ധിക്കേണ്ട, തിരുപ്പൂർ എന്നല്ല, നമ്മൾ ഇങ്ങനത്തെ ഒരു ടെക്സ്റ്റൈൽ ഹബ്സിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ പേരിലുണ്ടാവും ആ മില്ലിന്റെ അഡ്രസ്സ്, അല്ലെങ്കിൽ അവരുടെ പേരിലായിരിക്കാം അത് ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം, സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പിന്നെ അറിയാൻ തോന്നില്ല പെട്ടെന്ന്. ഇന്ന് കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ രണ്ടാമതായാലും നമ്മൾ സത്യം പറഞ്ഞാൽ കോമൺ സെൻസ് ഉപയോഗിക്കുക. നമ്മളന്ന് ഉപയോഗിച്ചില്ല, അതൊന്നും ഏറ്റവും വലിയ മണ്ടത്തരം. മില്ലുണ്ടായിരുന്നത് ജോർജ് എന്നുള്ള പേരും ഗണപതിയുടെ പടവും. നമ്മൾ പിന്നെ അറിയാൻ അവിടെ ഗണപതിയുടെ പടം, ഇയാളുടെ പേര് ജോർജ് ആണല്ലോ. പിന്നെ ആലോചിച്ചു അതൊന്ന്. പിന്നെ രണ്ട് പേരൊന്നും അല്ല, നമ്മൾ അന്ന് ഫുൾ പൈസ ആദ്യമേ കൊടുത്തു. നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് ബാക്കി പിന്നെ കൊടുക്കാൻ അതുപോലും പോകുന്നില്ല. അതിലാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പിന്നെയും ആൾക്കാർ കുറച്ചുകൂടെ പൈസ. ഇപ്പം നമ്മളാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. നമ്മളൊരു 100 രൂപയുടെ ഓർഡർ ആണെങ്കിൽ 25 രൂപ കൊടുക്കും, ബാക്കി ഓർഡർ ചെയ്യുമ്പോൾ തരാം. ഇത് നടക്കുന്ന 2017 എന്തായാലും ഇതൊരു സ്ട്രഗിൾ. യെസ്, ദിസ് വാസ് സംതിങ്. ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കിയ ഒരു 3 ലക്ഷം രൂപ അതുവഴിയെ പോയി. പിന്നെ വീട്ടുകാർക്ക് ചോദിക്കാന്ന് വെച്ചാൽ ടഫാണ്, നമ്മുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ നമ്മുടെ ആ ഒരു ഡിറ്റർമിനേഷനും വാശിയും കണ്ടിട്ട് വീട്ടുകാർ എന്നെ ഹെൽപ്പ് ചെയ്തു. ഓൾറെഡി ചെറുതായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് ക്യാഷ് അവർ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബാഡ് ന്യൂസിലും ഗുഡ് ന്യൂസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഈ ജോർജിനെ തപ്പാൻ പോയ സമയത്ത് പരിചയപ്പെട്ടവരുണ്ട്, രാജേഷ് എന്ന് പറയും. പുള്ളി തിരുപ്പൂറുള്ളത്. അപ്പോൾ പുള്ളി നമ്മളിങ്ങനെ ഇതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ട് അയാൾ നമ്മുടെ അടുത്ത് ചോദിച്ചു, ഞാനും ആക്ച്വലി ബിസിനസ് പൂട്ടാറാക്കിയിട്ട് വളരെ ബാഡ് സിറ്റുവേഷനിൽ, എനിക്ക് കുറച്ച് ഓർഡർ തരാമോ, പൈസ തരണ്ട, ഓർഡർ തരാമോ, ഞാൻ സാധനം ഡെലിവറി ചെയ്യാം, സാധനം കൊള്ളാൻ നിങ്ങൾ പൈസ തന്നാൽ മതി, അപ്പോൾ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ അയാളോട് ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കൊണ്ടുവന്ന ടീഷർട്സ് ആണ് നമ്മൾ, ആ ടീഷർട്സ് ആണ് ഇങ്ങനെ വിറ്റ് തീർന്നത്. അങ്ങനെയാണ് അയാളും രക്ഷപ്പെടുന്നു, നമ്മളും രക്ഷപ്പെടുന്നു. റീസ്റ്റാർട്ട് ആവുന്നത് അങ്ങനെയാണ് അവിടെ. അവിടെ തന്നെ ആ ജേർണി തന്നെ ആളെ കിട്ടി തപ്പിപ്പോയപ്പോ. പിന്നെ അങ്ങനെ ഒരുവിധം കയറിയൊക്കെ വരികയായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്ക് ചെറിയൊരു അബദ്ധം, ഡൗൺഫോൾ പറ്റിയെന്ന് പറയാം. ഒരു കളക്ഷൻ നമ്മൾ വിചാരിച്ചുള്ള വർക്കായില്ല. ഈ ബൂട്ട് സ്ട്രാപ്പ് ഒരു ഫാഷൻ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും അടുത്തൊരു ലെസൺ അതാണ്, എപ്പോഴും ഭയങ്കര കൺട്രോൾഡ് ആയിരിക്കണം ഓരോ കളക്ഷനും. നമ്മൾ ഒരു കളക്ഷൻ ഇറക്കി വർക്കായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം തീരുമാനമാണ് അടുത്ത കളക്ഷനിലേക്ക് പോകണം. അധികം ഇറക്കരുത്, നോക്കി വളരെ സൂക്ഷിച്ചിറങ്ങണം. നിങ്ങൾ എത്ര ഇറക്കും? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ പുതിയൊരു കാറ്റഗറി ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന്, കാരണം നമ്മൾ ടീഷർട്സിൽ നിന്ന് അടുത്ത ഷർട്ട്സിലേക്കും ഹുഡീസിലേക്കും പോകാൻ നിൽക്കുക. അപ്പോൾ ടീഷർട്സ് 500 രൂപയുടെ ടീഷർട്സിൽ നിന്ന് 1000 രൂപയുടെ ഷർട്ട്സ് ഹുഡീസ് പോകുമ്പോൾ ചെറിയൊരു ഇതുണ്ട് ഓൾറെഡി. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഫണ്ട് വേണം. ആ ഫണ്ട് അപ്പം റോൾ ചെയ്തില്ലെങ്കിൽ, ഫണ്ട് റോൾ ചെയ്താൽ വലിയൊരു അവസരമാണ്. റോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സ്ലോ ആവും. അങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ പിന്നെ ഗോപുവിൻ്റെ അച്ഛനും അമ്മയും ലൈഫ് ലോങ് വർക്ക് ചെയ്ത് അവരുടെ PF ഫണ്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചൊരു ഫ്ലാറ്റ് ആയിരുന്നു. ആ ഫ്ലാറ്റ് ഇങ്ങനെ അങ്ങനെ കുറെ നമ്മൾ അങ്ങോട്ട് ഇതാണ് ബൂട്ട് സ്ട്രാപ്പിന്റെ കറക്റ്റ് അല്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ റീഗെയിൻ ചെയ്തോ ആസ് എ ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ? ഫ്ലാറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, നമ്മളിപ്പോഴും വാടകയിൽ തന്നെയാണ്. പക്ഷേ
ബ്രാൻഡ് ഗ്രോ ചെയ്തു, സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് അതിലൊരു കാര്യം. കാരണം അന്ന് ആ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കും. റെസിഗ്നേഷൻ ഇല്ല. പേരൻസ് ഹാപ്പി അല്ലേ അന്ന് പൈസ തന്ന പേരൻസ്? അതെ. ഇന്ന് ഞാൻ അമ്മ അച്ഛനൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞേക്കാറുണ്ട് മൈ ഡെസിഗ്നേഷൻ പിന്നെ നമ്മുടെ മോളുടെ അല്ലേ മോന്റെ അല്ലേ. അടിപൊളി. ഇപ്പം നേരത്തെ തിരുപ്പൂർ ഒരു ഹബ്ബാന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയെ പറ്റി ഒന്ന് പറഞ്ഞുതരാം. എവിടേക്കാണ് ടെക്സ്റ്റൈൽ ഹബ്സ്? നിങ്ങൾ എങ്ങനെയാണ് ഒരു സാധനം കൊണ്ടുവരുന്നത്? അതെങ്ങനെ ഡിസൈൻ ചെയ്യും? ഇന്ത്യയിൽ ബേസിക്കലി തിരുപ്പൂറാണ് ഈ പറയുന്ന നിറ്റ്സിന് ടീഷർട്സ് അങ്ങനത്തെ തിരുപ്പൂറാണ് മേജർ ആയിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് സൂററ്റ്, ഇൻഡോർ, ബാംഗ്ലൂർ, ഈ 3 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഷർട്ട്സും അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന വുമൻസിന്റെ രീതിക്കൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു കളക്ഷൻ ഇറക്കുമ്പോൾ ബേസിക്കലി നമ്മൾ ഡേറ്റ സ്റ്റഡി ചെയ്തിട്ടാണ് ഇറക്കുക. അതായത് ഇപ്പോഴത്തെ ട്രെൻഡ്സ് എന്താണ്, ആൾക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് എന്താണ്. ഇപ്പം നെറ്റ്ഫ്ലിക്സ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിന്റെ അകത്ത് ടോപ്പ് 10 ഷോസ് കാണും. ഈ ടോപ്പ് 10 ഷോസ് എന്ന് പറയുന്നത് തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ കാണുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. സിമിലർലി തന്നെയാണ് ട്രെൻഡ്സും. ആ ടോപ്പ് 10 ട്രെൻഡ്സ് അതിനനുസരിച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് എടുത്താലും ടോപ്പ് 10 റീൽസ് എന്താ, ഇതിൽ നമുക്കൊരു ഐഡിയ കിട്ടും ആൾക്കാരുടെ മനസ്സിൽ ഇപ്പൊ എന്താ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഡയലോഗ്സ് വിടാം, ഡയലോഗ്സ് അല്ലെങ്കിൽ ഡിസൈൻസ്, അല്ലെങ്കിൽ നമ്മൾ അതെ. പിന്നെ അതിനൊന്നുകൂടെ ഫോർകാസ്റ്റ് ചെയ്യും. അതായത് അടുത്ത വർഷം ഈ ഒരു സമയമാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഫോർകാസ്റ്റിംഗ്. പിന്നെ നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ആൾക്കാരുടെ ഡേറ്റ ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പഠിക്കുക. പിന്നെ ഫീഡ്ബാക്സ്. അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്ത ഒരു ഡിസൈൻ പറയാം. നൊസ്റ്റാൾജിയ കളക്ഷൻ. നൊസ്റ്റാൾജിയ അതിൽ നിന്ന് ആക്ച്വലി വന്നൊരു കാര്യമായിരുന്നു. കാരണം ഇപ്പം അതാ പറഞ്ഞു, ഫോർച്ചുനേറ്റ്ലി എല്ലാം കറക്റ്റ് സമയത്താണ് വന്നത്. ഇപ്പം വാഴ 2 ഇറ്റ്സ് ഓൾ അബൌട്ട് നൊസ്റ്റാൾജിയ. അപ്പൊ അത് ഭയങ്കര നമ്മളാ ചെയ്തത്. അതെ, ഡെസിഗ്നേഷൻ താങ്ക് ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അത് കറക്റ്റ് സമയത്താണ് വന്നത്. നമ്മൾ ഈ നൊസ്റ്റാൾജിയ പ്ലാൻ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നു കറക്റ്റ് സമ്മർ ഹോളിഡേയ്സിന് ഇറക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. ബേസിക്കലി ഇത് നൊസ്റ്റാൾജിയയിൽ ഈ ഒരു മാങ്ങ എറിയുന്ന ഒരു സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലമാണ്. ഇവിടെ എറണാകുളത്ത് ഒരു മരമുണ്ട്, മാവില് ഇന്ന് പിള്ളേർ എറിയുന്നു, മാങ്ങ വീഴുന്നു. അതായിരുന്നു ദ കോൺസെപ്റ്റ്. അവിടുന്ന് ഡെവലപ്പ് ചെയ്തതാണ് ഈ നൊസ്റ്റാൾജിയ കളക്ഷൻ. എറണാകുളത്തെ മരമാണോ? എറണാകുളത്തായിരുന്നു ആ മരം. കാരണം ഞാൻ എന്റെ റിലേറ്റീവ്സ് എല്ലാം എറണാകുളത്താണ്. അപ്പം വെക്കേഷന് നമ്മൾ ഇവിടെ വരും, അർമാദിക്കും എന്നുള്ളതാണ് പരിപാടി. ഇത് ട്രെൻഡ് ആണെന്ന് അന്ന് എങ്ങനെ മനസ്സിലായി? ട്രെൻഡ് അല്ല, സത്യം പറഞ്ഞാൽ റെലവൻസ് ആണ്. കൾച്ചറലി എത്രത്തോളം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ ആസ്പിറേഷൻ ഡിസൈൻ ഉള്ളത് ജാപ്പനീസ് ആണ്. ആൾക്കാർക്ക് ജാപ്പനീസ് ആണ് ഇപ്പൊ ആസ്പിറേഷൻ, അല്ലെങ്കിൽ കൊറിയൻ ഫുഡ്, കൊറിയൻ കൾച്ചർ, അല്ലെങ്കിൽ കൊറിയൻ ഡ്രസ്സിങ്, അല്ലെങ്കിൽ കൊറിയൻ മേക്കപ്പ്. പീപ്പിൾ ലവ് കൊറിയൻ കൾച്ചർ. അപ്പൊ റെലവൻസിലാണ് കാര്യം. ഒരു കൊറിയൻ എസ്തെറ്റിക്സ് ഉള്ള ഒരു സാധനം കൊണ്ടുവരാൻ പറ്റുമോ ഡിസൈൻ? പീപ്പിൾ വിൽ റിലേറ്റ്. ഞാൻ ഇപ്പൊ കൊണ്ടൊരു ബന്ധമില്ലാതെ ഒരു അമേരിക്കൻ ഡിസൈൻ ആക്കിയാൽ ചിലപ്പോൾ ആൾക്കാർക്ക് റിലേറ്റ് ആവില്ല. പീപ്പിൾ ആർ ആന്റി അമേരിക്ക പറയുന്നു. അവർക്ക് എന്തെങ്കിലും രീതിയിൽ പറയുമ്പോൾ ട്രംപ് എന്നുള്ളൊരു ഇത് വരുന്നു, ആൾക്കാർ ചിരിക്കുന്നു, അങ്ങോട്ടാണ് അതൊരു കത്തിയതോടുമായിരിക്കും. അപ്പോൾ കൊറിയൻ കൾച്ചർ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റെലവൻസ് ആണ് കാര്യം. ആ റെലവൻസ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് കളിക്കണമെങ്കിൽ എന്താ, അവിടെ ബാറ്റ് എടുക്കുക കളിക്കുക, ₹1 പൈസ വേണ്ട, 4 ബാറ്റും പിള്ളേരുണ്ടെങ്കിൽ നമ്മൾ കളിക്കും. ഇപ്പൊ കളിക്കണമെങ്കിൽ ടർഫ് വേണം, പൈസ കൊടുക്കണം. ഫുട്ബോളൊക്കെ ക്രിക്കറ്റ് പൈസ കൊടുക്കാൻ കളിക്കാൻ പറ്റില്ല. അപ്പൊ അതൊരു നൊസ്റ്റാൾജിയാണ്, നമ്മളെ സംബന്ധിച്ചുള്ള നൊസ്റ്റാൾജിയാണ്. നമ്മുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നതും ഒരു 25 to 40 ആണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കസ്റ്റമർ ബേസ്. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് മിസ് ചെയ്യുന്ന എന്താണോ അല്ലെങ്കിൽ റെലവൻറ്റ് എന്താണോ വി ബ്രിങ് ദാറ്റ്. സൂപ്പർ. ഇപ്പം നമ്മൾ ഡിസൈൻ മിന്നൽ മുരളി ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റൈറ്റ്സ് എടുക്കണോ? നമ്മൾ ചെയ്യുന്ന ഓരോ ഡിസൈനും റൈറ്റ്സ് ഉണ്ടാവും. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഒഫീഷ്യൽ പാർട്ട്ണർ അല്ലാണ്ട് നമ്മൾ ചെയ്യില്ല. കാരണം ഈ പറയുന്ന മാതിരി കോപ്പി റൈറ്റ്സിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട്. കാരണം ഇപ്പൊ നമ്മളൊരു മേർച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടും. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര പിക്കിയാണ് മേർച്ച് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നമ്മളത് അവരെ ചൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം അതിനനുസരിച്ച് ആ പടത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പടം നല്ല എന്താണെങ്കിലും ഭയങ്കരമായിട്ട് മാർക്കറ്റിംഗ്. അത് കോയിൻസിഡന്റ്ലി ആൻഡ് ഫോർച്ചുനേറ്റ്ലി മലയാള സിനിമയിൽ 100 കോടി ക്ലബ്ബിൽ ഏതൊക്കെ പടം ഉണ്ട് അതിന്റെ എല്ലാ ഒഫീഷ്യൽ മറിച്ച് നമ്മൾ മറിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 ഒരുമിച്ച് ഇറങ്ങി, ആട് വാഴ 2 നമ്മൾ ഒരുമിച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നമുക്കുണ്ട്. സിനിമ മൈ ഡെസിഗ്നേഷൻ ബന്ധം അതാണ്. നമ്മൾ ഇന്റർനാഷണൽ ഡിസൈൻസ് ചെയ്യുമ്പോൾ അതിന് റൈറ്റ്സ് വേണം. നേരിട്ട് ഒരാളുടെ പേരോ കാലമോ വെച്ച് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ നീഡ് റൈറ്റ്സ്. പക്ഷേ ഇൻസ്പിറേഷനോ ഫാൻ ആർട്ടോ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ദാറ്റ്സ് ഓക്കെ. എനിക്കിപ്പോൾ ഈ ടീഷർട്ട് ഒരിക്കലും മൈക്കൽ ജാക്സന്റെ ടീഷർട്ട് എന്ന് വിൽക്കാൻ പറ്റില്ല. എനിക്ക് അവരുടെ ഇതെടുക്കണം, റൈറ്റ്സ് എടുക്കണം. ഇല്ലെങ്കിൽ അവരുടെ പേരിട്ടാണെങ്കിലും നേരെ ഉള്ള എന്ത് റെഫറൻസ് വന്നാലും ഇത് ചെയ്യണം. മിന്നൽ മുരളി ആണെങ്കിലും ആ മിന്നൽ മുരളി ചെറിയ ഡയലോഗ് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം, പിന്നെ ആരും പെർമിഷൻ വേണ്ട. സൂപ്പർ ഹീറോ ടീഷർട്ട് ചെയ്യുമ്പോഴോ അല്ലാതെ നമ്മൾ ചെയ്യാറില്ല, പക്ഷെ അത് ചെയ്താൽ റൈറ്റ്സ് വേണം. ആണല്ലേ? മിന്നൽ മുരളി തന്നെ നമ്മൾ ഡയലോഗ് അല്ല ചെയ്തത്. ഇപ്പോൾ ഒരു ഡയലോഗാണ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല, ആരുടെ റൈറ്റ്. പക്ഷെ ആ മിന്നലുടെ ലോഗോ ആണ് നമ്മൾ ചെയ്തത്, അതിന് അവരുടെ റൈറ്റ്സ് ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോൾ സ്റ്റോർ ചെയ്യുന്ന സൂപ്പർ ഹീറോ എല്ലാത്തിനും റൈറ്റ്സ് വേണം.
ഓക്കെ. മേർച്ച് ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ സ്യൂ ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മൾ വാർണർ ബ്രോസ് ആണ് ഇതിന്റെ, അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദേ വോണ്ടഡ് ടു ഡു മെർച്ചൻഡൈസ് വിത്ത് മൈ ഡെസിഗ്നേഷന്റെ രീതിയിൽ. കാരണം നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ ഒരു ബാറ്റ്മാന്റെ ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് ബ്രാൻഡ് നോക്കിയാലും സെയിം തന്നെയാണ്. ഇപ്പൊ ദേ വോണ്ടഡ് ടു ഡു ഇൻ അവർ വേ. അതിന്റെ ടോക്സിലാണ് മലയാളം കൾച്ചർ വരുമോ? മലയാളത്തിനെ കാട്ടി ഒരു കൾച്ചറൽ എങ്ങനെയായിരിക്കാം ക്യോക്കി. നമ്മുടെ ഏറ്റവും വൈറൽ ഡിസൈൻ ഉണ്ട്. നമുക്കൊരു കോമിക് വേഴ്സ് ആണ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള. മാർവൽ DC എന്നല്ല, നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത സാധനം. അതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ തെയ്യം സാമുറായി ആണ്. സോ ഇറ്റ്സ് എ തെയ്യം ആർട്ടിസ്റ്റ് ബട്ട് എ സാമുറായി. ഇതിന് മാങ്ക ആർട്ട് കോമിക് വരെ ഉണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് കോമിക് ബുക്സ് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ തെയ്യം സാമുറായി പോലുള്ള ഇൻസ്പിറേഷൻസ് ആണ് അവർക്ക് വേണ്ടത്. ജസ്റ്റ് ഒരു നോർമൽ ബാറ്റ്മാന്റെ ലോഗോ കോപ്പീസിനേക്കാളും ബ്രിങ് സംതിങ് ലൈക്ക് ദിസ്. വി നീഡ് സംതിങ് ലൈക്ക് ദാറ്റ്. നമുക്ക് ഇതിന്റെ കോള് വരുന്നത് ബാംഗ്ലൂരിന്റെ സ്റ്റോർ ഇനോഗ്രേറ്റ് ചെയ്ത അന്ന് രാത്രി സ്വരൂപനാണ് കോള് വരുന്നത്. ഇങ്ങനെ ഇവിടെ നിന്നാണ് നമുക്ക് നിങ്ങളുമായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അറിഞ്ഞിട്ടാണോ? അല്ലല്ല, അവര് നമ്മളവിടെ ഇങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് അന്ന് രാത്രി ഒരു ബ്രേക്കിന് പുറത്തു പോവാ. അപ്പോഴാണ് ഇവരുടെ കോൾ, വാർണർ ബ്രോസിന്റെ കോൾ സ്വരൂപിന് വരുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഒരു ലൈനും കൂടെ അയാൾ പറഞ്ഞു. ചിലപ്പോൾ അത് നമ്മളെ ഒന്ന് ഗൂസ് ബംസ് അടുപ്പിക്കാനായിരിക്കും. ബട്ട് പറഞ്ഞത് ഇതാ, നമ്മളങ്ങനെ വാർണർ ബ്രോസ് അങ്ങോട്ട് ആരെയും വിളിക്കാറില്ല. സോ അത് നിങ്ങൾ ചെയ്യണം, നമുക്ക് ആഗ്രഹമുണ്ട്. അതും നിങ്ങൾ ഷർട്ട്സിൽ ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം, ടീഷർട്സിലല്ല. ഇന്റർനാഷണലി പോവാണ്. ഇന്റർനാഷണലി യെസ്. കാരണം ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ബാറ്റ്മാൻ ഉണ്ട്, സൂപ്പർമാൻ ഉണ്ട്. എന്തുകൊണ്ട് ഒരു കൾച്ചറൽ ഹീറോ അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്നില്ല? സോ അതുകൊണ്ടാണ് ഈ മൈ ഡെസിഗ്നേഷൻ യൂണിവേഴ്സ്. നമ്മളൊരു 1 year ആയിട്ട് ഇതിൻ്റെ പുറകെയാണ്. നമ്മൾ 1 year മുന്നേ ഫസ്റ്റ് ക്യാരക്ടർ ലോഞ്ച് ചെയ്തു, നല്ല റെസ്പോൺസ് ആയിരുന്നു. സോ മൈ ഡി യൂണിവേഴ്സ് ആണ് ഇപ്പോഴത്തെ ഒരു മൈഡി ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യാൻ. സാധാരണ കോമിക്സ് മൂവീസ് ഇറങ്ങിയിട്ട് അവർക്ക് വേണ്ടി മെർച്ചൻഡൈസ് ഇറക്കാല്ലേ ചെയ്യാറ്. നമ്മൾ തിരിച്ചു ചെയ്യാറ്. നമ്മൾ പ്രോഡക്റ്റ് ഇറക്കും, അതിന്റെ കൂടെ അവരുടെ കോമിക് വിടും. ഇത് വായിച്ചിട്ട് ആൾക്കാർ ആ ക്യാരക്ടറിന് ഇഷ്ടപ്പെടും. ഇപ്പം ഈ വാർണർ ബ്രോസ് എങ്ങനെയാ നമ്മളെ കണ്ടുപിടിച്ച ചോദിച്ചില്ലേ? അവർ ആക്ച്വലി തെയ്യം സാമുറായി കണ്ട് ഭയങ്കര ഇൻസ്പയർ ഇറക്കിയിട്ട് ഏകദേശം കുറച്ച് നാളായി. വാർണർ ബ്രോസ് കണ്ടുപിടിച്ച ബേസിക്കലി മുംബൈയിലെ കോമിക് കോണിന് നമ്മൾ പോയപ്പോഴും. അപ്പൊ അന്ന് അവിടെ ഈ വാർണർ ബ്രോസിന്റെ ആൾക്കാർ, അവഞ്ചേഴ്സിന്റെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ ഒരു സീനിയർ ഡിസൈനറും അല്ലെങ്കിൽ DC ഡിസൈനർ ഈ കോമിക് കോൺ അവർ വരുത്തും. അപ്പോൾ ഇവർ അന്നാണ് നമ്മൾ ആക്ച്വലി മൈഡിയുടെ തെയ്യം സാമുറായി ക്യാരക്ടറിൻ്റെ ഒരു കട്ടൗട്ടൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതും കാര്യങ്ങളെല്ലാം. അന്നാണ് അവർ നമ്മുടെ പ്രോഡക്റ്റ്സ് മേടിക്കുന്നതും. അവിടെ നിന്നാണ് നമുക്ക് ആ കോള് വരുന്നത്. സൂപ്പർ. ഇന്നിപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ട് മൈ ഡെസിഗ്നേഷന്? മെയിൻലി ഷർട്ട്സ് ആണ് സത്യം പറഞ്ഞത്. നമ്മൾ ടീഷർട്ട് ബ്രാൻഡായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ടീഷർട്ടിൽ നിന്ന് ഇവോൾവ് ചെയ്ത് നമ്മൾ ഹുഡീസ് ഇറക്കി, ജാക്കറ്റ്സ് ഇറക്കി, ഷർട്ട്സിലേക്ക് വന്നു. ഷർട്ട്സിൽ തന്നെ പല ടൈപ്സ് ഉണ്ട്. സാധാ ഷർട്ട്സ് ഉണ്ട്, ലിനൻ ഷർട്ട്സ് ഉണ്ട്. ലിനനിൽ പ്രിന്റഡ് എംബ്രോയിഡറി ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ ലിനൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഒരു ഖദർ അല്ലെങ്കിൽ അവിടെ ലിനനിൽ നമ്മുടെ മൈൻഡ് വരും. നമുക്ക് ഫുൾ പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, എംബ്രോയിഡറി ഉണ്ട്. പിന്നെ ഈവൻ ഷർട്ട്സിൽ തന്നെ ഷാക്കറ്റ്സ് ഉണ്ട്. ഷർട്ടിൽ സിപ്പർ വെച്ചിട്ടുള്ള ഷർട്ട്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഷർട്ട് ഇടാൻ ബട്ടൺ ഇടണം മെനക്കേടില്ലേ, ഷർട്ട് ഇടുന്നു സിപ്പ് ഇടുന്നു ഈസി. അപ്പം അങ്ങനെ ഷർട്ട്സിൽ തന്നെ പറ്റുന്ന രീതിയിലുള്ള മാക്സിമം ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പാൻസും ബോട്ടം വെയേഴ്സും എല്ലാം കൊണ്ടുവരാൻ തുടങ്ങി. ഇതൊന്നും കൂടാതെ നമ്മൾ ആക്ച്വലി സാരീസ് ഉണ്ടായിരുന്നു നമുക്ക്. അത് പക്ഷേ ലിമിറ്റഡ് ആണ്. നമ്മൾ ഓണത്തിന് മാത്രം സാരീസും കൊണ്ടുവരും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കാറ്, നമ്മൾ പല ബ്രാൻഡ്സും കാണുന്നുണ്ട്. ഇത്രയും കൂൾ വെസ്റ്റേൺ സാധനമായിട്ട് ഒരു ബന്ധമില്ല വന്ന് മുണ്ട് മടക്കി കുത്തി സാരിയും മുണ്ടും വയ്ക്കുന്ന ഒരു ബ്രാൻഡ് ആദ്യമായിട്ട് കാണാൻ അവർ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അതും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 85% ഡിജിറ്റൽ ഓൺലൈനിലാണ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി സ്റ്റോർസ് കൂട്ടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി എന്താണ് ശരിക്കും? ഇൻ സ്റ്റോർ സെയിൽസ് ആണോ കൂടുതലും? എക്സ്പീരിയൻസ് ആണ്. കാരണം ഇപ്പം നമ്മുടെ ആ ഒരു നമ്മുടെ പിള്ളേർക്കാണെങ്കിലും അതായത് നമ്മുടെ ടീംമേറ്റ്സിനാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. ആ ഒരു മൈ ഡെസിഗ്നേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറിൽ വന്നൊരു സാധനം മേടിച്ച് പോവുക എന്നുള്ളതിൽ ഉപരി ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റണം. അതായത് ഓരോ ഡിസൈൻസും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഇപ്പം സോ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് അതാണ്. നമ്മൾ എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറിൽ വരുമ്പോഴല്ലേ കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ പറ്റുക. സോ അതുകൊണ്ട് ഔട്ട്ലെറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ നമ്മൾ കൺവേർഷൻ റേറ്റ് എന്ന് പറയും. നമ്മൾ എപ്പോഴും ട്രാക്ക് ചെയ്യുന്ന ഒരു മെട്രിക്കാണ്. വെബ്സൈറ്റിലായാലും കടകളിലായാലും ഒരു കടയിൽ 10 പേര് വന്നാൽ അതിൽ എത്ര പേര് സാധനം വാങ്ങിച്ചു, അതാണ് കൺവേർഷൻ റേറ്റ്. അപ്പം സാധാരണ ഒരു നല്ല കടകളിൽ 20% ആണ്. ഒരു 100 പേര് എന്നാൽ 20 പേര് സാധനം വെച്ച് 20%. നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും നമുക്ക് 50 to 60% ആണ് ആവറേജ് കൺവേർഷൻ റേറ്റ്. കച്ചവടം ഉണ്ട്. അപ്പം യെസ്, ആൾ വന്നാൽ സാധനം വാങ്ങിക്കും. അപ്പോൾ ആൾ വരുമോ കട ഇടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഓഫ്ലൈനിൽ ഒന്നുകൂടെ സ്ട്രോങ് ആവണം. ചെറിയൊരു കഥ ഇതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഫണ്ട് റൈസ് കഴിഞ്ഞ വർഷം ചെയ്തത്, ഞാൻ പറഞ്ഞില്ല നമ്മുടെ മിന്ത്രയുടെ കോ-ഫൗണ്ടർ പുള്ളി ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് ഫ്ലൈ ഡൗൺ ചെയ്ത് നമ്മൾ മീറ്റ് ചെയ്യാൻ വന്നു. സാധാരണ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കാണും, പിച്ച് ചെയ്യും, ദാറ്റ് ഈസ് യൂഷ്വൽ സ്റ്റോറി. നമ്മൾ അങ്ങോട്ട് കിടക്കണം. ഇത് പക്ഷേ ഒരു ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ സ്കില്ല് കണ്ട് റെക്കഗ്നൈസ് ആവാം. പുള്ളി നമ്മളെ കാണാൻ വരുന്നു, ഓഫീസിലൊന്ന് സംസാരിച്ച് എല്ലാം ചെയ്യുന്നു. പുള്ളി തന്നെ പറഞ്ഞു, നിങ്ങളൊരു ഫണ്ട് റൈസ് ചെയ്യും, ഞാൻ തന്നെ ലീഡ് ചെയ്യാം,
ഞാൻ 5 കോടി ഇടാം, ബാക്കി 5 കോടി നമുക്ക് ഇൻവെസ്റ്റേഴ്സ് വിളിച്ചിട്ട് 10 കോടി റൗണ്ട് ചെയ്യാം. അങ്ങനെയാണ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ റൗണ്ട് ചെയ്തത്. അപ്പോൾ ആ റൗണ്ട് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇപ്പോൾ RPCയുടെ റൗണ്ട് വന്നു. അപ്പോൾ കഴിഞ്ഞ റൗണ്ടിൽ ഫുൾ ഓൺലൈനിലായിരുന്നു എക്സ്പാൻഷൻ. കടകൾ എന്നുള്ളൊരു ഉദ്ദേശം ഇല്ലായിരുന്നു. ഓൺലൈനിൽ നമ്മൾ ചെയ്യുന്ന ഒരു 4 ഇരട്ടി വളരാൻ പറ്റുമോ, കേരളയിൽ ചെയ്ത പോലെ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ പറ്റുമോ എന്നുള്ളത് അത് ചെയ്യാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ ഇൻവെസ്റ്റർ വന്നിരിക്കുന്ന മെയിനായിട്ട് ഓഫ്ലൈനിൽ ഒന്ന് എക്സ്പാൻഡ് ആണ്. അപ്പോൾ ഒരു അടുത്ത 12 മാസം കൊണ്ട് തന്നെ ഒരു 12-15 ഔട്ട്ലെറ്റ്സ് ഇട്ട് കേരളയിലും തമിഴ്നാട്ടിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും ഇത്രയും സ്ഥലത്ത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. യെസ്. ബാംഗ്ലൂർ കടയിട്ടവർക്ക് വേറെ എവിടെ ഇടാൻ പറ്റുമല്ലോ, നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും ആൾക്കാർ വരുന്നത് എവിടെയാ? കൊച്ചിയിലാണോ, ട്രിവാൻഡ്രത്താണോ, കോഴിക്കോടാണോ സ്റ്റോറിലേക്ക്? കൊച്ചി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് വരെ. ഇപ്പൊ പക്ഷേ ട്രിവാൻഡ്രം ഭയങ്കര കോമ്പറ്റീഷനായിട്ട് കയറി വന്നു. ട്രിവാൻഡ്രം നമ്മളൊരു ചെറിയ കടയായിരുന്നു, 300 സ്ക്വയർ ഫീറ്റ് ചെറിയ കടയായിരുന്നു. നമ്മളൊരു 3 മാസം മുമ്പ് അത് മാറ്റി ഒരു 1000 സ്ക്വയർ ഫീറ്റിലേക്ക് മാറി. അത് കുറച്ച് നല്ല നടുക്കായിരിക്കുന്നത്. മുകളിൽ കയറി വന്നാൽ ഇങ്ങനെ 360 വ്യൂ, ബാക്ക് സൈഡ് ഫുൾ ഗ്ലാസും ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രം ഫ്രണ്ടിലേക്ക് സ്റ്റോർ ഇടുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കണ്ടേ? ഇത് സെയിം എത്രത്തോളം ഫസാഡ് എന്ന് പറയുന്നത്. ഫസാഡ് എന്ന് പറയുമ്പോൾ പറഞ്ഞല്ല നമ്മുടെ വ്യൂ, ഫ്രണ്ട് ഫസാഡ് കാണുമ്പോൾ എത്ര ഗാംഭീര്യത്തോടെയാണ് ഫ്രണ്ട് നിൽക്കുന്നതെന്നുള്ളത്. കാരണം കടയ്ക്ക് അകത്ത് എത്ര കൊട്ടാരമായാലും കാര്യമില്ല, ഫ്രണ്ടിൽ ചെറിയ എൻട്രൻസ് ആണെങ്കിൽ ആൾക്കാർ അത് വെച്ചിട്ട് കയറില്ല, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ അവിടെ പോകും. പക്ഷേ ഫ്രണ്ട് ഇത്ര ഉണ്ടായിരുന്നിട്ട് അകത്ത് ചെറുതാണെങ്കിൽ സ്റ്റിൽ ഓക്കെ. അതുകൊണ്ട് എപ്പോഴും ഫസാഡ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നോക്കുമ്പോഴെല്ലാം നമ്മുടെ ഇംഗ്ലീഷ് വാക്കാണോ ഹിന്ദിയാണോ? ഇംഗ്ലീഷിൽ നമ്മൾ ഫസാഡ് നോക്കിയാണ് എപ്പോഴും ഔട്ട്ലെറ്റ്സ് എടുക്കുക. അപ്പോൾ ഫസാഡ് നൈസ് ആണെന്നുണ്ടെങ്കിൽ പകുതി കൺവേർഷൻ അവിടെ തന്നെ സെറ്റ് ആവും. നമ്മുടെ കടകളിലെല്ലാം നമ്മൾ അത് നോക്കാറുണ്ട്, നമ്മുടെ പേര് നല്ല വിരിഞ്ഞ് നിൽക്കാനുള്ള ഫസാഡ് ഉണ്ടോ എന്നുള്ളത്. നമ്മുടെ കടകളെല്ലാം ഫുൾ യെല്ലോ തീമാണ്. ക്ലബ് എഫ്എമ്മോട് ചെറിയ നമുക്ക് കോൺഫിഡൻസ് ഉള്ളതാണ്, യെല്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് നിൽക്കും, എവിടെ പോയാലും ആ ഫുൾ ഔട്ട്ലെറ്റ്സിൽ ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ ഫസാഡ് ഇസ് വൺ തിങ്. സെക്കൻഡ്ലി ഫുട്ഫോൾ. നമ്മൾ കട ഇടുമ്പോൾ ആൾക്കാരോടെ വരണം. പിന്നെ ആൾക്കാരെ വരുത്താൻ വേണ്ടി പിന്നെ പാടുവരണമെങ്കിൽ എന്നാൽ പിന്നെ വെബ്സൈറ്റ് എളുപ്പം. ആഡ് റൺ ചെയ്ത് ആൾക്കാരെ വരുത്താൻ ഒരിക്കലും കടയല്ല, വെബ്സൈറ്റാണ് നല്ലത്. അല്ലേ, ഒരു ആഡ് കണ്ട് ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റ് ഒരു സെക്കൻഡ് മതി. കട വരുത്തണമെങ്കിൽ ഒരുപാട് എഫോർട്ട് വേണം. അതുകൊണ്ട് തനിയെ ആൾക്കാർ വരണം. അത് രണ്ടാമത്തെ കാര്യം. 3 മെയിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ആൾ വന്നാൽ ആ ബ്രാൻഡ് എന്താണെന്ന് ആരും സംസാരിക്കരുത്. പ്രോഡക്ട്സിൽ നിന്ന് കടയിൽ നിന്ന് അവർക്ക് മനസ്സിലാവണം എന്താണ് ഈ ബ്രാൻഡ് എന്നുള്ളത്. പിന്നെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ, യെസ്, എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് അതും പറയാം. കറക്റ്റ് ഡിസ്പ്ലേ ആയിരിക്കണം. നമുക്ക് നമ്മൾ അതൊക്കെ ചെറിയ റൂൾസ് ആണ് റീറ്റെയിൽ. നമ്മൾ റിയൽ ലൈഫിൽ പഠിച്ചതെന്ന് വേണമെങ്കിൽ വെക്കാം. കയറി വന്ന ആദ്യത്തെ ഒരു 30% സ്ഥലത്ത് ആൾക്കാർ പ്രോഡക്ട്സ് അതിന് ശ്രദ്ധിക്കില്ല. കാരണം കയറി വരുമ്പോൾ നമ്മളൊരു ഡീകംപ്രഷൻ ടൈമാണ്. ആ പുറത്തുനിന്നൊരു കടയിലോട്ട് കയറുമ്പോൾ എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ, ഈ കട എങ്ങനെയുണ്ട്, നമ്മൾ ആ ഒരു മോഡലാണ്. കയറി ഉടനെ പ്രോഡക്റ്റിലേക്ക് നോക്കില്ല. പിന്നെ വേറൊരു എൻവയോൺമെന്റിൽ നിന്നല്ലേ വരുന്നത്. അതൊന്ന് ടൈം ഭാഗത്ത് നമ്മൾ ക്ലിയറൻസ് പ്രോഡക്ട്സും അത്ര ഫോക്കസ് വേണ്ട പ്രോഡക്ട്സ് ആയിരിക്കും. അത് കഴിഞ്ഞ് ആ ഒരു 50 കയറുമ്പോഴത്തേക്ക് ടോപ്പ് സെല്ലേഴ്സ് ഇടും. കയറി ഉടനെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന പ്രോഡക്റ്റ് അതായിരിക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യം. പിന്നെ ആ സെന്റ്, എല്ലാ കടകളും ആയാലും ഒരു യൂണിഫോം സ്മെല്ല് അടിക്കുമ്പോൾ നമുക്ക് ഒരു കയറുമ്പോഴേ ഒരു ഫീൽ വരും. യെസ്, അങ്ങനെയുള്ള കുറച്ച് ഇതൊക്കെ പഠിച്ചെടുത്താണോ അതോ ഇറങ്ങിയതിനു ശേഷം പഠിച്ചാണോ? ഇവിടെ ഇറങ്ങിയിട്ട് പഠിച്ചെടുത്തു. കാരണം ഈ ഓളത്തിന് പോകുമ്പോഴും അല്ലെങ്കിൽ കടകളൊക്കെ പോകുമ്പോഴും ആദ്യത്തെ ഒരു 5-6 ദിവസം ഫ്ലീ മാർക്കറ്റിന് നമ്മളായിരിക്കും പോവുക. അത് ഇപ്പോ അല്ല, പിള്ളേരുണ്ട്, പക്ഷെ അപ്പോഴൊക്കെ നമ്മളാ പോയിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കടകൾ തുടങ്ങുവാണെങ്കിലും ആദ്യത്തെ ഒരാഴ്ച നമ്മളവിടെ നിൽക്കും, അവിടുത്തെ ഓഡിയൻസ് പഠിക്കാനും അവിടുത്തെ ഓഡിയൻസ് എന്താ സംസാരിക്കുന്നതെന്ന് അറിയാനും ഒക്കെ. ഈ പറഞ്ഞ സാധനങ്ങളില്ല, ഫസാഡ് കയറി വരുമ്പം ആദ്യം നമ്മൾ വെക്കില്ല, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുത്ത് വായിച്ച് മനസ്സിലാക്കിയതാണോ, സംസാരിച്ച്? കുറച്ചൊക്കെ വായിച്ച് പഠിച്ചതാണ്. പിന്നെ നമുക്ക് ഇത് പറഞ്ഞു തരാനോ മെന്റേഴ്സ് വരാനോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് ഇപ്പം റീച്ച് ഔട്ട് ചെയ്യാറ്. നമ്മൾ ലിങ്ക്ഡിനിലായിക്കോട്ടെ ഒക്കെ ആൾക്കാർക്ക് മെസ്സേജ് ചെയ്യുക അങ്ങോട്ട്. ഈ ചെയ്തിട്ടുള്ള വലിയ ഫൗണ്ടേഴ്സിന്, സോൾസ്റ്റോണിന്റെ ഫൗണ്ടർ ആയിക്കോട്ടെ, അങ്ങനെ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഷുഗർ കോസ്മെറ്റിക്സ് എന്ന് പറയും, അതിന്റെ ഫൗണ്ടേഴ്സ് വിനിത സിംഗും കൗശികും, വളരെ ഷാർക്ക് അവർ നമ്മൾ ഓഫ്ലൈൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കൗശിക് മെയിൻലി, വിനീതയുടെ ഹസ്ബൻഡ്, പുള്ളി എപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താണ് നല്ലത്, നമ്മളിങ്ങനെ ചെയ്ത് വർക്ക് ആയിട്ടുണ്ട്, ഭയങ്കര ഹെൽപ്ഫുൾ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ലിങ്ക്ഡിനിൽ അവരൊക്കെ അപ്രോച്ചബിൾ ആണ്. അപ്പോൾ നമ്മളൊരു 10 പേർക്ക് അയച്ചാൽ 3 റിപ്ലൈ ചെയ്യും. ചിലർ ഇങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇവരൊക്കെ സൂം കോളിലും ഗൂഗിൾ മീറ്റിലും വന്നിരുന്ന് സംസാരിക്കാറുണ്ട്, പലതവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബൂട്ട്സ്ട്രാപ്ഡ് ആയിരുന്ന സമയത്തും അവര് ആണ്, അല്ലാണ്ട് റെക്കഗ്നൈസ് ആയപ്പോഴല്ല, അതിന് മുന്നേ. എന്താ ചോദിച്ചേ സംശയം? കോമഡി ഒരു കട ആലോചിക്കുന്നുണ്ട്, അപ്പൊ എന്തൊക്കെ മൈൻഡിൽ വെക്കണം, ഇങ്ങനെ ഒരു സംഭവം വായിച്ചിട്ടുണ്ട്, ശരിയാണോ സത്യമാണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്. ഒരു 10 പേർക്ക് പറയുമ്പോൾ ഒരു 7 പേര് കാര്യം പറയുമ്പോൾ മനസ്സിലാവും, മ്യൂച്വലി ചിലപ്പോൾ എന്തെങ്കിലും അർത്ഥം കാണും. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ ചില കാര്യങ്ങൾ 10 പേര് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഈ യൂസ് കേസ് പോലെ ഇരിക്കും, അവർക്കത് വർക്ക് ആയത് നമുക്ക് വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ലെസൺസ് ആണ്, ഫെയിലായി പഠിച്ചത് തന്നെയാണ്. സൂപ്പർ. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? 100 സ്റ്റോറിൽ എത്താൻ എന്നുള്ള പ്ലാനൊക്കെ ഉണ്ടോ? അതൊരു ധൃതിയായിട്ടില്ല സത്യം പറഞ്ഞാൽ. 100 സ്റ്റോഴ്സിനേക്കാൾ ഉപരി നമുക്ക് ഇപ്പോൾ ഒരു ലവ് ഉണ്ട്. കസ്റ്റമേഴ്സിന് നമ്മളെ ഒരു സർട്ടൻ റീസൺ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് കണ്ടാൽ ഇത് മൈ ഡെസ്റ്റിനേഷൻ ഷർട്ടാണെന്ന് തോന്നുന്നു എന്നൊരാൾ പറയും. അപ്പോൾ ആ ഒരു തിങ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രോ ചെയ്യാൻ പറ്റണം എന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. കാരണം 100 ഔട്ട്ലെറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 25 ഔട്ട്ലെറ്റ് ആയാലും ആൾക്കാർ ഇപ്പോഴത്തെ ഉള്ള അതേ സ്നേഹത്തോടെ തന്നെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്യണം. പിന്നെ കാറ്റഗറീസ് കൂട്ടുക,
എന്നുള്ളത് ലൈക്ക് SKUs കൂട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഇപ്പം ഇറക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഇറക്കുന്ന നമ്പർ ഓഫ് ഡിസൈൻസിനെ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുക. ഓക്കെ, ആൾക്കാർക്ക് വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ഒരു മാസം ഒരു 5 പ്രോഡക്ട്സ് ഒക്കെ ഇറക്കുള്ളായിരുന്നു. ഇപ്പൊ പക്ഷേ ഒരു 15-20 പ്രോഡക്ട്സ് ഒക്കെ ഇറക്കാറുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ചിലപ്പോൾ ഒരു 50-60 പ്രോഡക്ട്സ് വന്നു വരാം. അപ്പൊ അങ്ങനെ സ്പീഡ് കൂട്ടുക, കൂടുതൽ നമ്പർ ഓഫ് ഓപ്ഷൻസ് ഫോർ പീപ്പിൾ ടു ബൈ. അതെ, പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ വിഷമിപ്പിക്കാണ്ടിരിക്കുക. അതെങ്ങനെ നോക്കാം, അവരെങ്ങനെ കൊണ്ടുനടക്കുക? റവന്യൂ കൂട്ടുക. ഓക്കെ, അവർക്ക് അത് മാത്രം. റവന്യൂ എങ്ങനെ കൂട്ടും? റവന്യൂക്കാൾ ഒരു പ്രോഫിറ്റബിലിറ്റി എന്നൊരു കാര്യമുണ്ട് ആക്ച്വലി. കാരണം 2 തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യം അതാ, ചിലർക്ക് നിങ്ങൾ എത്ര പൈസ കൊണ്ട് നഷ്ടം വരുത്തിയാലും കുഴപ്പമില്ല, റവന്യൂ കൂടിയാൽ മതി. 100 കോടിയായാലും 200 കോടി ആവണം. പക്ഷേ എനിക്കറിയുന്ന ബ്രാൻഡ്സ് ഉണ്ട് 200 കോടി റവന്യൂ ചെയ്യുമ്പോൾ അവർ 250 കോടിയാണ് ബേൺ ചെയ്യണം. അതായത് 250 രൂപ കോടി ചിലവാക്കിയിട്ട് 200 രൂപ സെയിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്താ അവർക്ക് മെച്ചം? അവർക്ക് ടോപ്പ് ലൈൻ റവന്യൂ കിട്ടിയാൽ മതി. ഇത്രയും റവന്യൂ ഉണ്ടാക്കാൻ പറ്റി, ഇത്രയും കസ്റ്റമേഴ്സ് അത് വാങ്ങിച്ചു എന്നുള്ള കാറ്റഗറീസ് ഉണ്ട്. അത് മതി. പക്ഷെ നമ്മൾ കാണുന്ന പല ബ്രാൻഡ്സും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സ്വിഗ്ഗിയോട് സൊമാറ്റോയോട് പല ബ്രാൻഡ്സും ഇപ്പോൾ വരെ അവർ പലപ്പോഴും നെഗറ്റീവ് ആയിരുന്ന ബ്രാൻഡ്സാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു സ്വിഗ്ഗിയേ ഉള്ളൂ, ഇന്ത്യയിൽ ഒരു സൊമാറ്റോ ഉള്ളൂ. അതുകൊണ്ട് ബേൺ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ ഗ്രോ ചെയ്തോ. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് പ്രോഫിറ്റബിൾ തോന്നുന്ന കാറ്റഗറി ഉണ്ട്. നിങ്ങൾ 100 രൂപ ചെയ്യേണ്ട, 80 രൂപ ചെയ്താൽ പക്ഷേ പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യും. അങ്ങനെ കാറ്റഗറി. അപ്പോൾ ഇതിൽ ഏത് ഇൻവെസ്റ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ചുള്ള 2ാമത്തെ കാറ്റഗറിയാണ് പ്രോഫിറ്റബിലിറ്റിയാണ്. സൂപ്പർ. അപ്പം സിനിമ ആയിട്ട് നമ്മൾ ടൈപ്സ് വരുമ്പോൾ, ഇപ്പം ആടിൻ്റെ മെർച്ചൻഡൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഴ 2ൻ്റെ അതിൻ്റെ ക്രിയേറ്റീവ് ഡിസൈനൊക്കെ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ ലോക ചെയ്തപ്പോൾ അല്ലെങ്കിൽ മിന്നൽ മുരളി ചെയ്തപ്പോൾ ഏത് പടം ചെയ്യുവാണെങ്കിലും നമ്മൾ കഥ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. നേരത്തെ കഥ അറിയുന്ന ആൾക്കാരായിരിക്കും, കഥ പറയും. അപ്പൊ നമുക്ക് എത്രത്തോളം അതിൽ ഇൻപുട്സ് ഇടാൻ പറ്റും എന്നുള്ളത് നോക്കും. അത് വെച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഡിസൈൻസ് നമ്മൾ കാണിക്കും. ഒരു 1 week 2 weeksന്റെ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻസ് കാണിക്കും. അപ്പൊ അവരുടെ ടീമും നമ്മുടെ ടീമും അത് നോക്കും. അതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ചിലവർക്ക് പറയും അവർക്ക് ഡിസൈൻസിനെ കാട്ടിയും അവർക്ക് ആ ഒരു അവരുടെ പേര് ഭയങ്കര മാർക്കറ്റ് ചെയ്ത് കാണിക്കണം എന്നുള്ളത് പറയും. അപ്പം നമ്മൾ രണ്ടും നോക്കും. 2 സൈഡിലും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ അതിനെ പോവുക. അപ്പം മിന്നൽ മുരളി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിരുന്നത് ആ മിന്നൽ മുരളി ലോഗോ. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ഹീറോ വരുന്നത്. അപ്പം നമുക്ക് ഡയലോഗ്സ് ആയിരുന്നില്ല, മിന്നൽ മുരളിയുടെ സിമ്പിൾ തന്നെയായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പം കുറുപ്പിൻ്റെ എടുക്കുകയാണെങ്കിൽ ഡയലോഗായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതിൻ്റെ അകത്തൊരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ ഓരോന്നും ആ ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പം ലോഗയ്ക്ക് നമ്മൾ ചെയ്തിരുന്നത് കല്യാണിയുടെ സിലബറ്റ് ആയിരുന്നു, ഒരു ഹീറോയിക് സിലബറ്റ്. ഏതാ ലോഗോയും കല്യാണിന്റെ സിലബറ്റും ആയിരുന്നു. ബിക്കോസ് അതാണ് ആ പടത്തിന്റെ ഹൈലൈറ്റ്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത കാറ്റഗറീസ് എടുക്കാറുണ്ട്. അത് ഫണ്ണാണ് ആക്ച്വലി. ഇപ്പോൾ തുടരും ഒരിക്കലും ഒരു ഒഫീഷ്യൽ മെർച്ചിന് പറ്റിയ പടമല്ല, പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടരത്തിൽ നമ്മുടെ മോഹൻലാലിന്റെ നമ്മുടെ താടി വെട്ടാൻ പറയുന്ന സീനുണ്ട്. ഷേവ് ചെയ്താലും അറിയാം, ശോഭന അറിയും താടിയും തൊട്ടും ഒക്കെ കാണിക്കാം. തമിഴിലെ ഡയലോഗ്, എക്സാക്ട് ഡയലോഗ് ഓർമ്മയില്ല. ആ ഡയലോഗ് ചെയ്യണം. അതും സോണി റീച്ച് ഔട്ട് ചെയ്താൽ സോണി പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗ് വെച്ചിട്ട് മെർച്ച് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ നമ്മൾ ചെയ്തു. അതും ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മളും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ലാലേട്ടൻ്റെ പടം വേണ്ട ഒരു ഫാൻ ബേസ് കാണും, പക്ഷെ ആ ഡയലോഗ് ആയിരുന്നു അതിൽ. പിന്നെ താടി എന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരു ഇതാണല്ലോ, മുടി താടി വെച്ച് ഒരു പിന്നെ താടി വെട്ടി കണ്ടിട്ടില്ല. 9 years ഡൗൺ ദ ലൈൻ എത്ര വലിയ ബ്രാൻഡാണെന്ന് വെച്ചാൽ എന്ത് പറയും ആസ് എ ഫൗണ്ടേഴ്സ്? നമ്മൾ കാരണം ഒരു 120 ഫാമിലീസ് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സക്സസ്. എത്ര ഡൗൺ ആയാലും ഇന്നുവരെ നമ്മൾ ഒരാളുടെ ആയാലും സാലറി ആയിക്കോട്ടെ ഒരു ഡൗൺഫോൾ ഇന്നുവരെ ആരെ അഫക്ട് ചെയ്തതിൻ്റെ ഒരു സിറ്റുവേഷനിൽ പോയിട്ടില്ല, ദൈവം സഹായിച്ചിട്ട്. That is one thing. ട്രിവാൻഡ്രത്തുണ്ട്, ഞാൻ പറഞ്ഞ കൊച്ചിയിൽ കാലിക്കറ്റിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ബാംഗ്ലൂർ 2 വെയർഹൗസ്, മെയിൻ ഓഫീസ് ട്രിവാൻഡ്രത്താണ്. ഇപ്പൊ ബാംഗ്ലൂർ നമ്മുടെ അടുത്തൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വൺ ഓഫ് ദ സക്സസ് ആണ്. പിന്നെ 2 ആരെയും വിഷമിപ്പിക്കാനോ ഒരു ബാഡ് ഇതിലോട്ട് പോയിട്ട് നിന്നിട്ടില്ല. അതും ഫോർച്ചുനേറ്റ് ആണ്. നമ്മൾ കാരണം ഒരാൾ വിഷമിക്കേണ്ടി വരിക എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഇറക്കിയാൽ തന്നെ നമ്മൾ 10 തവണ ആലോചിക്കും, ഇത് ആരെങ്കിലും സെന്റിമെന്റിനെ അഫക്ട് ചെയ്യുമോ, ഇതെന്തെങ്കിലും ബാഡ് ആംഗിളിൽ പോവോ, ഇത് കാരണം ഒരു ദോഷം ഉണ്ടാവുമോ. തിരിച്ചെടുത്താൽ നമ്മൾ ഇന്ന് വരെയും നമ്മൾ ഏകദേശം എത്രയോ മില്യൺ പാക്കേജ് അല്ലെങ്കിൽ ഓർഡേഴ്സ് അയച്ചിട്ടുണ്ട് ഇന്ന് വരെ. ഒരു പാക്കറ്റിൽ നമ്മളിതുവരെ പ്ലാസ്റ്റിക്കിൽ അയച്ചിട്ടില്ല, നമ്മൾ പ്ലാസ്റ്റിക് തൊട്ടിട്ടില്ല ഇന്ന് വരെ. നമ്മൾ പേപ്പർ കവേഴ്സ് ഉപയോഗിക്കുള്ളൂ. പ്രോഡക്റ്റ്സിൽ ഉപയോഗിക്കുന്ന പ്രിന്റുകൾ തൊട്ട് ഫാബ്രിക് തൊട്ട് എല്ലാം നമ്മൾ സസ്റ്റൈനബിൾ ആണോ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഓരോ കവറിന്റെ കൂടെ നമ്മളൊരു സീഡ്സിന്റെ പാക്കറ്റും കൂടി അയക്കും. അതിലേത് സീഡാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ളത് ബൂബുഡോളൊക്കെ ഇപ്പോൾ എന്ന കോൺസെപ്റ്റ് ഇല്ല, ഇതിന് വർഷം മുമ്പേ നമ്മളിത് ചെയ്യാറുണ്ട്. നമ്മളൊരു പാക്കറ്റ് ഓഫ് സീഡ് അയക്കും, അതിൽ QR കോഡ് ഉണ്ട്. അപ്പോൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അറിയാം ഏത് സീഡാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത്, അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ അങ്ങനെ അതൊരു ഫൺ ഫാക്ടർ ആയിരുന്നു, ആൾക്കാർ നമുക്ക് അയച്ചു തരുമായിരുന്നു എപ്പോഴും. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു
ഒരു റെവല്യൂഷൻ ഐ വുഡ് സേ. കാരണം നമ്മൾ മൈ ഡെസിഗ്നേഷൻ ഈ ഒരു ഫണ്ട് റേസ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ നമ്മളെക്കാട്ടിയും ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് പല സ്റ്റാർട്ടപ്സ് ആണ്. അവർ നമുക്ക് പല ക്ലിപ്സും അയച്ചു തന്നിട്ടുണ്ട് അവരുടെ ഓഫീസിൽ. റേസ് ചെയ്തപ്പോൾ നമ്മൾ ഇതായതിനേക്കാളും പല ആൾക്കാർ അയച്ചു തന്ന കണ്ടന്റ്സ് നമ്മൾ അവരുടെ ഓഫീസിൽ അവർ ലഡു കൊടുക്കുക അങ്ങനെയൊക്കെ. അപ്പം അത് കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു ബ്രാൻഡിന് ചെയ്യാൻ പറ്റും, അതും ഇവിടെ നിന്ന് ഡോർ തുറന്നു നമുക്ക് വേണ്ടി. സത്യം, അത് ഭയങ്കര ഒരു സംഭവം, നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വന്ന് കണ്ടോ. അപ്പോൾ ഇത് അപ്കമിങ് ഇതുപോലത്തെ ഒരു ബ്രാൻഡിന് ഇനി സ്കോപ്പ് ഉണ്ടോ? മൈ ഡെസിഗ്നേഷൻ പോലെ ഒരുപാട്. ആക്ച്വലി കേരളക്കകത്ത് തന്നെ ഇപ്പോഴും കുറെ ബ്രാൻഡ്സ് ഉണ്ട് ഓൾറെഡി. നമുക്കൊരു ചാനൽസ് ഒക്കെ ഉണ്ട്, ഗ്രൂപ്പ്സ് ഉണ്ട്, D2C ബ്രാൻഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കേരള ഗ്രൂപ്പ്സ് ഉണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷേ കേരളയിലുള്ള എക്കോസിസ്റ്റം കാരണം ഇൻവെസ്റ്റേഴ്സ് കുറവാണ്, സൈസ് കുറവാണ്. പിന്നെ അവിടെ ഉള്ള അത്രയും ആക്റ്റീവ് എൻവയോൺമെന്റ് അല്ല. ഇപ്പം തന്നെ നമ്മൾ രണ്ടാമത് ബാംഗ്ലൂർ ഓഫീസ് ഇരുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ തന്നെ ആൾക്കാരെ കേരളയിൽ കൊണ്ടുവരാൻ പറ്റാത്തതുണ്ട്. പല ആൾക്കാരും ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്, അതിൽ പകുതി കൂടുതൽ മലയാളികളും കൂടെയാണ്. പക്ഷെ അവർക്ക് ഫുൾ ഫാമിലി കാരണം സെറ്റിൽഡ് അവിടെ ആയതുകൊണ്ട് ഇപ്പോൾ കേരളം വരാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂർ ഓഫീസ് എടുത്ത് അവിടെ പ്ലേസ് ചെയ്യാം. ഇൻവെസ്റ്റേഴ്സ് ആണോ? അല്ല, നമ്മുടെ സീനിയർ സ്റ്റാഫ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഫിനാൻസ് ടീമിനെ അവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ടീം ആയിരിക്കും. ഇവരൊക്കെ ഈ ഡൽഹിയിലും ബാംഗ്ലൂരിലും വർക്ക് ചെയ്ത് ഫുൾ സെറ്റിൽഡ് ആണ്. നമ്മൾ പെട്ടെന്ന് കേരളം വരാൻ പറഞ്ഞാൽ അവർക്ക് രണ്ടൊരു ഓപ്പർച്യൂണിറ്റി വർക്കിംഗ് ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം കേരള എന്ന് പറയുന്ന ആ ഒരു തോട്ട് പ്രോസസ്, വെക്കേഷനിൽ വരാം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണ്. പക്ഷെ അത് ഇവിടെ വരുമ്പോഴാണ് അവർ റിയലൈസ് ചെയ്യുന്നത് അങ്ങനെയല്ല കേരളം എന്നുള്ളത്. അപ്പം അത് കുറേയൊക്കെ നമുക്ക് മാറ്റി ആ ഒരു പിക്ചർ ഇങ്ങനെയാണെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ അവർ ആദ്യം ഹെസിറ്റേറ്റ് ചെയ്തിരുന്നത് ഒരു കേരള ബ്രാൻഡ് എന്നുള്ളത് കൊണ്ടായിരുന്നു. First they hesitated because we are a Kerala brand. How can you build a fashion brand from Kerala? അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ they asked us. നമ്മുടെ സെയിൽസ് കാണിച്ചല്ലോ, നമ്മുടെ നമ്പേഴ്സ്, ദാറ്റ് വാസ് ദി ആൻസർ. നിങ്ങൾ പെർഫോമൻസ് നോക്കിയാൽ അതിലും കയറിയിട്ട്. കാരണം കേരളയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, യെസ്, പക്ഷെ അതൊരു 30-25%, ബാക്കി 65% അക്രോസ് ഇന്ത്യയാണ്. അതേ ചോദ്യം ഇപ്പോൾ ഒരു അപ്കമിങ് ഇങ്ങനെ ഈ ഓൺടർപ്രണേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവർ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം കൊടുക്കും? ഹൗ കൻ യു ബിൽഡ് പാഷൻ ഇസ് നെവർ ഗോയിങ് ടു ഹെൽപ്പ് യു എനിത്തിങ്. കൺസിസ്റ്റൻസി. പാഷൻ്റെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ചിലപ്പോൾ 2 മാസം ഓടുമായിരിക്കും. കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഒരു പരിധി നമുക്ക് എന്തും പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നമ്മൾക്കും ഇതിലെ കൺസിസ്റ്റൻസി എന്തായിരിക്കും? വീണ്ടും വീണ്ടും തോൽവി വന്നുകൊണ്ടിരിക്കും, പക്ഷെ തോറ്റു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വീണ്ടും അടുത്ത വഴിയാണ് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കണമെന്നാണോ പ്രോഡക്ട്സ് എന്നുള്ളതല്ല. സി, ഒരു ബിസിനസ്സിൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റ് ദി പ്രോഡക്റ്റ്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇപ്പം നമ്മുടെ അകത്തുള്ള ടീംമേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പം എന്താ പറയുക റവന്യൂസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, പ്രോഡക്ട്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, അങ്ങനെ എന്തുമാകാം. അത് നമ്മൾ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളാണ്. അതിനെ എങ്ങനെ ചെയ്യണം ഫിഗർ ഔട്ട്. ഇപ്പം നമ്മുടെ കോവിഡിൻ്റെ സമയത്ത്, അടച്ചിരുന്ന സമയത്ത് മൈ ഡെസിഗ്നേഷൻ റൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അന്ന് ട്രിവാൻഡ്രത്ത് ലോക്ക്ഡൗൺ ആയിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു അടി നമുക്ക് ചെയ്യാൻ പറ്റില്ല, ലോജിസ്റ്റിക്സ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. എല്ലാ ദിവസവും രാത്രി നമ്മുടെ ഇവിടുന്ന് ഒരു കാറ് കൊച്ചി വരെ വരും പാക്കേജസും കൊണ്ട്. ഇവിടുത്തെ ലോജിസ്റ്റിക്സിൽ നിന്നാണ് നമ്മളത് ഷിപ്പ് ചെയ്യുക. സോ വി ഫൈൻഡ് വേസ് ടു ഡു ദിസ്. So that is how we have to survive. ടെൻഷൻ വന്ന എന്ത് ചെയ്യും ആസ് എ കോ-ഫൗണ്ടർ? ഞാൻ ഡ്രസ്സുകൾ വാങ്ങിക്കും, സ്വരൂപ് തിന്നും. അങ്ങനെയാണല്ലേ? അതൊരു സത്യം പറഞ്ഞ ഒരു ഹാർഡ് ട്രൂത്ത് ഓഫ് ദ ജേണി ആട്ടോ. ബിസിനസ് തുടങ്ങുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. ഒരു ജേണി കഴിഞ്ഞാൽ നമ്മളൊരു സ്കെയിൽ എത്തി കഴിയുമ്പോൾ പിന്നെ ഫുൾ ടൈം ടെൻഷനാണ്. പിന്നെ പൊളിറ്റിക്സ് കാര്യങ്ങൾ, പ്രഷർ കാര്യങ്ങൾ, അതൊന്നും ഒരു കരക്കടുപ്പിച്ച് ഒന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അപ്പോഴത്തേക്ക് വയസ്സാവും. ആ വയസ്സാവുന്നതിനും അത് ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആഗ്രഹം. കാരണം ഇപ്പം നമ്മൾ ഒരു വിധം നന്നായി ചെയ്ത് വരുന്നുണ്ട്, അവർ ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റി, ടീമിനെ ബിൽഡ് ചെയ്യുന്നു. അപ്പോൾ കുറച്ചുകൊണ്ടൊന്ന് റിലാക്സ് ചെയ്യണം, സ്വന്തം കാര്യം പേഴ്സണൽ കെയർ ഒക്കെ നോക്കാൻ പറ്റുന്ന ഒരു ആഗ്രഹമുണ്ട്. പ്രൊഡക്ഷൻ പരിപാടിയിലേക്ക് എൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, പക്ഷെ അതിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ലേ? ആസ് എ ബ്രാൻഡ് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു, അത് പറയും. വേറൊന്നുമല്ല, നമ്മൾ കോവിഡ് വന്നു, കോവിഡ് അടച്ചു, എല്ലാവരും വീട്ടിലാണ്. ഞാൻ അപ്പം വന്നിട്ട് അടിപൊളി ടീഷർട്ട്സ് ഉണ്ട്, ആ ടീഷർട്ട് ഉണ്ട്, ഈ ടീഷർട്ട് ഉണ്ട്, ആരും കാണാൻ പോകുന്നില്ല. എനിക്ക് എന്തിനാണ് ആ ടീഷർട്ട്, ഞാൻ വീട്ടിൽ ഇരിക്കില്ലെന്ന് ചോദിക്കും ആൾക്കാർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ ആൾക്കാർ എല്ലാവരും സീരീസ് അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ വെബ് സീരീസ് അങ്ങ് ഷൂട്ട് ചെയ്താലും എന്നിട്ട് യൂട്യൂബിൽ, കാരണം അന്ന് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വൈറലാവുന്ന സമയമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫണ്ടാസ്റ്റിക് ഫിലിംസ് പറയും, അതും അജൂറി സേറിൻ്റെയും വിശ്വാസ് സുബ്രഹ്മണ്യവും നമ്മുടെ ധ്യാനം കൊണ്ടുള്ള ഇതാണ്. അവരുടെ ടൈംസ് നമ്മൾ ഫുൾ പ്രൊഡക്ഷൻ ചെയ്ത് റെഡിയാക്കി തരാം, നിങ്ങളുടെ ചാനൽ ലോഞ്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അവിടെ ലോഞ്ച് ചെയ്യാം. അങ്ങനെ അവരുടെ യൂട്യൂബ് ചാനലിൽ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ സീരീസ് മുഴുവൻ എല്ലാവരും ഇടുന്നത് നമ്മുടെ ടീഷർട്ട്സാണ്. അപ്പോൾ ത്രൂ ഔട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമ്മളൊന്നും പരസ്യം ഒന്നും പറ്റിയില്ലെങ്കിലും യെസ്, സബ് കോൺഷ്യസ്ലി അവരുടെ മൈൻഡിൽ നമ്മുടെ പ്രിന്റുകൾ പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി അതങ്ങ് യൂസ് ചെയ്തു എന്നുള്ളതായിരുന്നു കോവിഡ് സമയത്ത്. ഇന്നിപ്പോ ആക്റ്റീവ് അല്ലെന്ന് തോന്നുന്നില്ല ചാനൽ. ഇന്ന് ആ സീരീസ് ഇപ്പോഴും ആൾക്കാർ കണ്ട് മെസ്സേജ് അയക്കാറുണ്ടെന്നുള്ളൊരു സന്തോഷം. പക്ഷെ അതിന്റെ സെക്കൻഡ് പാർട്ട് ഈ ഉദ്ദേശം നടന്നു. ആ സീരീസ് കൊണ്ട് സീരീസ് വൈറലായി, നമുക്ക് കച്ചവടം കൂടിയോ? വളരെയധികം കച്ചവടം കൂടിയില്ല, പക്ഷെ ബ്രാൻഡിനെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർ ഇപ്പോഴും ചോദിക്കാറുണ്ട് അടുത്ത സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കിളി റീആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ?
ഇപ്പൊ എന്തായാലും ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അല്ല, ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതിലാണ് ഫോക്കസ്. പിന്നെ ആ കഥ എനിക്കൊന്നും അതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ട്, അതിന്റെ സെക്കൻഡ് സ്ക്രിപ്റ്റും ഉണ്ട്. അപ്പൊ അതെല്ലാം ആ ഒരു ടൈമിലത്തെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വിഷ്ണു ഗോവിന്ദാണ് അതിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് അന്നത്തെ കാർത്തിക് ശങ്കർ, വിശാഖേട്ടൻ, കുപ്പി, വിശാഖേട്ടൻ, ഇവരൊക്കെയാണ് ഇതിന്റെ കിളി ആക്ച്വലി. അത് പക്ഷെ നീ കിളിയ വന്നിട്ടാണ് ഇതിന്റെ കൂടെ വന്നൊരു ചെറിയ സൈഡ് പരിപാടി ഉണ്ട്. നമ്മുടെ നീരജ് മാധവന്റെ പണിവാളി കോവിഡ് വന്നു. അപ്പൊ ആ സമയത്ത് പണിവാളി ഇറക്കാൻ നീരജ് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നിന്ന് കേട്ടിട്ട് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു. നമ്മൾ ഇങ്ങനെ ഒരു മെർച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈറലാക്കാൻ പറ്റും, പിന്നെ നമുക്ക് ചെയ്യാം. അങ്ങനെ പണിവാളിയുടെ പ്രിന്റ് വെച്ച് നമ്മൾ സാധനം ഇറക്കി. ഒരു സൈഡിൽ ആൽബം ഹിറ്റാക്കി, ഒരു സൈഡിൽ നമ്മൾ മെർച്ചും ഹിറ്റാക്കി. അപ്പൊ അങ്ങനെയും കുറെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. കോവിഡിൽ എല്ലാവരും അടച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പുതിയ ബിസിനസ് റൂമായി. അതെ, സഞ്ജു സാംസൺ എന്തോ വാങ്ങിയ പറയുന്നത് നമ്മുടെ കോവിഡിന്റെ സമയത്ത് ഈ മാസ്ക് ഉണ്ടല്ലോ, അപ്പം നമ്മൾ ചെയ്ത യൂഷ്വൽ നമ്മുടെ മാസ്കിന്റെ അകത്ത് നമ്മൾ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല, അതായത് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗിനെ നമ്മൾ ഇവിടെ പ്രിന്റ് ചെയ്ത് വെക്കും. അപ്പൊ എന്തോ എങ്ങനെയാണ് സഞ്ജു സാംസൺ പുള്ളിയുടെ ഒരു ഞാൻ പക്ഷെ മനസ്സിലാവും സഞ്ജു ആണെന്നുള്ളത് മാസ്ക് ഇട്ടാലും. പുള്ളി അത് ഇട്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. സഞ്ജു ട്രിവാൻഡ്രത്തുള്ളതായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മുടെ പ്രോഡക്ട്സ് പണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. സഞ്ജുന്റെ വൈഫ് ചാരുലത പണ്ടേ വാങ്ങിച്ചിട്ടുണ്ട്. സൂപ്പർ. ഇപ്പൊ പുതിയ വൈറൽ ഡയലോഗ്സ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇപ്പം മറ്റേ ഫാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അടിപൊളി. അതിന് റൈറ്റ്സ് വേണോ? വേണ്ടല്ലേ? ഓക്കെ, താങ്ക് യു ഗൈസ്, ഓൾ ദ ബെസ്റ്റ്.